ഏരിയാവൂരി ദേവാലയോടനുബന്ധിച്ച് ആരംഭിച്ചിരിക്കുന്ന സോപാന ഓർത്തഡോക്സ് അക്കാദമി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഒരു വർഷമായിട്ട് അനൗപചാരികമെങ്കിലും പല കാര്യങ്ങളും ചെയ്തുകൊണ്ടാണിരുന്നത്. എങ്കിലും കഴിഞ്ഞ കുറേ ദിവസങ്ങൾക്ക് മുൻപാണ് അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നടന്നത്. പരിശുദ്ധ ബാബാ തിരുമേനിയും അതുപോലെ അമേരിക്കയിലെ 2 പ്രശസ്തമായ ഓർത്തഡോക്സ് സെമിനാരികളുടെ ഡീൻസ് അല്ലെങ്കിൽ പ്രിൻസിപ്പൽസും നമ്മുടെ 2 സെമിനാരികളുടെ പ്രിൻസിപ്പൽസും അതുപോലെ വളരെ പ്രഗത്ഭരായ മറ്റ് വ്യക്തികളും എല്ലാം ചേർന്ന് ഭംഗിയായിട്ട് അതിൻ്റെ ഔപചാരിക ഉദ്ഘാടനം നടന്നു. അതുകൊണ്ട് ഇനി അത് ഇറ്റ് ഹാസ് ബിക്കം പബ്ലിക് നൗ. ഇതുവരെ നമ്മൾ അത്രയധികം പരസ്യമായിട്ട് പോയില്ല. ഇപ്പോൾ അതൊരു പരസ്യമായ മലങ്കര സഭയുടെ പുതിയ ഒരു കാൽവെപ്പായിട്ട് നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ഒരു പഠന ഗവേഷണ കേന്ദ്രമാണ്. എന്നാൽ അഭിവൃദ്ധിയായ കാലം ചെയ്ത മറിയുമാനിയോസ് തിരുമേനിയുടെ മനസ്സിലുണ്ടായിരുന്ന ഒരു സ്വപ്നവും കൂടി ഇവിടെ സാക്ഷാത്കരിക്കുകയാണ്. ഓർത്തഡോക്സ് വിശ്വാസവും ആധ്യാത്മികതയും പഠിക്കുന്നതിനും ആചരിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനുമുള്ള ഒരു കേന്ദ്രം നമുക്കുണ്ടാകണം എന്ന് അദ്ദേഹം വളരെ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആ പ്രാർത്ഥന തീർച്ചയായിട്ടും ഇതിൻ്റെ പുറകിലുണ്ട്. അതുകൊണ്ടാണ് മാർ ബസേലിയോസ് ദേറായുടെ ഒരു ആധ്യാത്മികമായ അടിസ്ഥാനം ഇതിനുണ്ട്. അതാണ് അവിടുത്തെ ആധ്യാത്മികതയാണ് ഇതിൻ്റെ സ്രോതസ് എന്നുകൂടി ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞുകൊണ്ടുണ്ട്. നമ്മൾ തുടങ്ങിയത് മാസത്തിൽ ഒരു 2 മാസം കൂടുമ്പോഴേ ഓർത്തഡോക്സ് സഭയിലെ പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്റ്റഡീസ്, പ്രത്യേകിച്ചും തിയോളജിയിലും ശ്രീയാനിയിലും ബന്ധപ്പെട്ട വിഷയങ്ങളിലുമൊക്കെ പോസ്റ്റ് ഗ്രാജുവേറ്റ് പഠനങ്ങൾ നടത്തുന്ന വിദ്യാർത്ഥികളെ ഒരുമിച്ച് കൊണ്ടുവന്നാണ്. നമുക്ക് അങ്ങനെ അവരെ ഒരുമിച്ച് കൊണ്ടുവരാൻ യാതൊരു സംവിധാനമില്ലായിരുന്നു. അവരെ ഒരുമിച്ച് കൊണ്ടുവരികയും അവർ പഠിക്കുന്ന വിഷയങ്ങൾ ഇവിടെ വരുന്ന പ്രബുദ്ധരായ വ്യക്തികളുടെ, അത് വൈദികർ മാത്രമല്ല, വൈദിക സെമിനാരിയിലുള്ളവരുമല്ല, മറ്റ് അൽമായക്കാരായ മാന്യ സ്ത്രീ പുരുഷന്മാർ പലരും ഇവിടെ വരും. അവരുടെ മുമ്പിൽ അത് പ്രസന്റ് ചെയ്യുക എന്നുള്ളത് നമ്മളെ പല പ്രാവശ്യം നടത്തി. അതൊരു നല്ല കാൽവെപ്പായിട്ട് പലർക്കും തോന്നുകയും ചെയ്തു. ഇനിയും അത് തുടരാൻ പോവുകയാണ്. ആരെങ്കിലും ഒരു ഗവേഷണ പഠനം നടത്തുക എന്ന് പറഞ്ഞാൽ അത് ഡോക്ടറൽ തലത്തിലാണെങ്കിലും അതിന് താഴെയാണെങ്കിലും പുതിയ അറിവ് പ്രൊഡ്യൂസ് ചെയ്യുക എന്നാണ് അതിൻ്റെ അർത്ഥം. നമ്മുടെ യൂണിവേഴ്സിറ്റികളുടെ ഒക്കെ ഡെഫിനേഷനിൽ ക്രിയേറ്റ് ന്യൂ നോളജ്, പ്രൊഡ്യൂസ് ന്യൂ നോളജ് എന്ന് പറയുന്നു. ഇതിൻ്റെ മോഡി എന്ന് പറഞ്ഞത് കേട്ടോ, ഇത് ഹൗഡി ഇതൊന്ന് ശകലം പഠിച്ചത്. മലങ്കര സഭയിൽ ഈ കാതലിക്കിന്റെ 100ാം വാർഷികമൊക്കെ ആഘോഷിച്ചു കഴിഞ്ഞും നമുക്ക് ഭാവിയെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു കൂട്ടം ആളുകളും ഒരു കേന്ദ്രവും ഉണ്ടാവണം എന്നുള്ള ഒരാഗ്രഹം കൂടി ഉണ്ടായിട്ട് പരിശുദ്ധ ബാബാ തിരുമേനിയുടെ സമ്പൂർണമായ പിന്തുണയും സന്തോഷവും ഇതിൻ്റെ പുറകിലുണ്ടെന്നും നിങ്ങൾക്ക് അറിയാം. ഈ അറിവ് എന്താണ്, അറിവിനെക്കുറിച്ചുള്ള നമ്മുടെ സമീപനം എന്തായിരിക്കണം, ഇക്കാര്യങ്ങളിൽ ഒരു പുതിയ നിലപാട് നമുക്ക് എടുക്കേണ്ടതുണ്ട്. കാരണം നമുക്കറിയാം, ഈ പുതിയ അറിവ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അത് പുസ്തകങ്ങൾ ഉണ്ടാകുക എന്ന് മാത്രമല്ല. 1000 പുസ്തകങ്ങൾ അടുക്കി വെച്ചതുകൊണ്ട് അറിവ് ഉണ്ടാവുകയില്ല. അതുപോലെ ഗവേഷണ പഠനങ്ങൾ നടത്തുന്ന പലരും വലിയ വലിയ പ്രബന്ധങ്ങൾ എഴുതിയിട്ട് അത് ആരും അറിയാതെ ലൈബ്രറിയുടെ ഷെൽഫുകളിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ഞാനിപ്പോൾ എംജി യൂണിവേഴ്സിറ്റിയുടെ മെയിൻ ലൈബ്രറിയിൽ പോയി കഴിഞ്ഞ ദിവസം നോക്കി. അവിടെ ഉണ്ടാകുന്ന ഡിസർട്ടേഷൻസിൻ്റെ എണ്ണം ഒത്തിരിയേറെ ഡിസർട്ടേഷൻസ് ഉണ്ട്. അതിൽ 3/4 പങ്കും ജനങ്ങൾക്ക് പ്രത്യേകിച്ച് പ്രയോജനമില്ലാത്തതും ആരും അറിയാത്തതുമായിട്ട് അവിടെ ഇങ്ങനെ പൈലപ്പ് ചെയ്യുകയാണ്. അപ്പം പൈലിംഗ് ഓഫ് നോളജ് എന്ന് പറയുന്ന സാധനം പോലെയാണ്. നമ്മൾ ഓരോ വസ്തുക്കൾ സൂക്ഷിച്ചു വെക്കുന്നത് പോലെ അല്ല നമ്മുടെ അറിവിനെ നമ്മൾ എടുക്കേണ്ടത്. അറിവ് നമ്മൾ അറിയുകയും അത് ഡിസമിനേറ്റ് ചെയ്യുകയും അതിൻ്റെ ഫലമായിട്ട് നമുക്കും സമൂഹത്തിനും ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവുകയും ചെയ്യണം. ഇതാണ് അറിവിൻ്റെ സ്വഭാവം. അപ്പോൾ അറിവിൻ്റെ ഈ ക്വാളിറ്റേറ്റീവ് ഡയമെൻഷൻ നമ്മളിവിടെ ഊന്നൽ കൊടുക്കുകയാണ്. നമ്മുടെ ഇപ്പോൾ തൽക്കാലം ഓർത്തഡോക്സ് സഭയിൽ നിന്ന് മാത്രമേ അത് ചെയ്യുന്നുള്ളൂ. ആരെങ്കിലും ഒരു പുതിയ ഗവേഷണമോ ഒരു പുതിയ പ്രബന്ധമോ സൃഷ്ടിക്കുമ്പോൾ അവരെ വിളിച്ച് പറഞ്ഞതുപോലെ അത് അവരുടെ അറിവിൻ്റെ ഒരു പാസ്റ്ററൽ അല്ലെങ്കിൽ പീപ്പിൾസ് എഡ്ജ് എന്താണ് എന്നൊന്ന് വ്യക്തമാക്കാനായിട്ട് അവരോട് നമ്മൾ ആവശ്യപ്പെടും. അതിൻ്റെ ഫലമായിട്ട് കുറേ തീപ്പൊരികൾ നമ്മുടെ ചെറുപ്പക്കാരുടെ മനസ്സിലൊക്കെ ഉണ്ടാകും എന്നാണ് നമ്മുടെ പ്രതീക്ഷ. അതെപ്പോഴും അതിന് ഫലമുണ്ടാകും എന്നാണ് ഇത് കായിക്കുക. ഈ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പൂർണ്ണമായിട്ടും
നിസ്സംഗരാണ്, ഒരുതരം നിഷ്കാമ കർമ്മം പോലെ ഇത് അനുഷ്ഠിക്കുകയാണ്. എപ്പോഴെങ്കിലും ഈ വിത്തുകൾ മുളയ്ക്കും എന്നൊരു ചിന്ത മാത്രമേ ഉള്ളൂ. ഇതിന് ആധ്യാത്മികവും അക്കാദമികവുമായ രണ്ട് വശങ്ങളാണ് സോപാന അക്കാദമിക്ക് നമ്മൾ വിഭാവനം ചെയ്യുന്നത്. അത് രണ്ടും രണ്ടല്ല, രണ്ടും വളരെ വളരെ അടുത്ത ബന്ധം, നേർത്ത ഇഴകളുണ്ട്, രണ്ടും തമ്മിൽ ബന്ധിച്ചിരിക്കുന്നു എന്നാണ് നമ്മുടെ അടിസ്ഥാന സങ്കല്പം. അതുകൊണ്ട് ഈ ദേറായുടെ സാമീപ്യവും അവിടുത്തെ പ്രാർത്ഥനയും ആധ്യാത്മികതയും ഇതിൻ്റെ അടിസ്ഥാനമാണ്. അക്കാദമികവും ആത്മീയവുമായ കാര്യങ്ങൾ നമ്മൾ ഒരുമിച്ച് കൊണ്ടുപോകണം. ഞാൻ അത്രയും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഏറ്റവും അഖിലന്യനായ ഡോക്ടർ യാക്കോബ് മാർ ഐറേനിയസ് തിരുമേനി ഇന്നിവിടെ വരാമെന്ന് സംബന്ധിച്ചതിൽ വളരെയേറെ സന്തോഷം ആദ്യമേ രേഖപ്പെടുത്തുകയാണ്. തിരുമേനി രണ്ടാമതൊരു ഡോക്ടറേറ്റ് കൂടി ചെയ്തുവെന്ന് നിങ്ങൾക്ക് അറിയാം. നമുക്കൊരു സാധാരണ വിദ്യാർത്ഥിയുടെ ഡോക്ടറേറ്റ് പോലെ അല്ല തിരുമേനിയുടേതെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. എങ്കിലും ജ്ഞാനസമ്പാദനത്തിലും അന്വേഷണത്തിലും ഇപ്പോഴും വലിയ കൗതുകം കാണിക്കുന്ന ഒരാളാണ് നമ്മുടെ ഐറേനിയസ് തിരുമേനി എന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് അദ്ദേഹത്തെ നമ്മൾ സാദരം ക്ഷണിച്ചപ്പോൾ സന്തോഷപൂർവ്വം സംബന്ധിച്ചു. അദ്ദേഹത്തിൻ്റെ വിഷയമായിട്ട് പറഞ്ഞ അദ്ദേഹം നടത്തിയ ഗവേഷണം തന്നെയാണ് ദി അൺസ്പീക്കബിൾ ഡയമെൻഷൻ ഇൻ ദി സ്പിരിച്വാലിറ്റി ലൈഫ് ഓഫ് മിസ്റ്റിക്സ് ആൻഡ് സെയിൻസ്, പർട്ടിക്കുലർലി ഇൻ ദി ഇന്ത്യൻ ഓർത്തഡോക്സ് ചർച്ച്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമ്മൾ ആരും കിടക്കണം. തിരുമേനി അതിനെക്കുറിച്ച് നമുക്ക് വ്യക്തമാക്കി തരും. അതുകൊണ്ട് വളരെ ദീർഘമായ ഒരു മുഖവില കൂടാതെ നിങ്ങളെല്ലാവരെയും സന്തോഷപൂർവ്വം ഈ സന്ധ്യയിൽ ഈ ഒരു സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അഭിനന്ദനായ ഐറേനിയസ് തിരുമേനിയെ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ബഹുമാന്യനായ റജി മാത്യു അച്ഛൻ സന്തോഷപൂർവ്വം വന്നു. അച്ഛനെ ഗവേഷണവുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ടയാളാണ്. പോസ്റ്റ് ഗ്രാജുവേറ്റ് റിസർച്ചിൻ്റെ ഡീനായിട്ട് ദീർഘകാലം അദ്ദേഹം പ്രവർത്തിച്ചു. നാഗ്പൂർ സെമിനാരിയിലെ പ്രിൻസിപ്പലായിരുന്നു. അതുകൊണ്ട് അച്ഛൻ ഈ കാര്യത്തിൽ വളരെ താല്പര്യം, ഇതിൻ്റെ ഗവേഷണത്തിൻ്റെ സ്റ്റാൻഡേർഡ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കണം. ഒരു ചെറിയ നമ്മൾ 6 മാസത്തെ ഷോർട്ട് ടേം റിസർച്ച് പറഞ്ഞിരുന്നു. നിങ്ങൾ വല്ലതും കണ്ടു കാണും. നമുക്കൊരു സ്റ്റുഡൻറ്റ് വന്നു. അദ്ദേഹം 6 മാസം കൊണ്ട് ഈ ന്യൂ പാരഡൈംസ് ഇൻ എക്കണോമിക്സ് ആൻഡ് സ്പിരിച്വൽ ഡയമെൻഷൻ എന്ന് പറഞ്ഞ് ഒരു 100 പേജിൽ കൂടുതലുണ്ട്. അത് 6 മാസം കൊണ്ട് പൂർത്തീകരിച്ചതാണ്. ഇവിടെ താമസിച്ചും പഴയ സെമിനാരിയിൽ പോയി പിന്നെ മറ്റ് ലൈബ്രറികളിലൊക്കെ പോയി അദ്ദേഹം ബേസിക്കലി ഹി ഈസ് ട്രെയിൻഡ് ഇൻ എക്കണോമിക്സ് ഓഫ് സെൻറ്റ് സ്റ്റീഫൻസ് കോളേജ് ഇൻ ഡൽഹി ആൻഡ് ഓൾസോ നൗ എ കൺസൾട്ടൻറ്റ് ടു UN. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകം അദ്ദേഹത്തെ കാണിക്കാൻ വേണ്ടിയിരിക്കുന്നതിന് ശേഷം ഈ അവസരത്തിൽ സന്തോഷപൂർവ്വം അഭിനന്ദനായ തിരുമേനിയെ ക്ഷണിക്കും. സോപാന സാരഥി നമ്മുടെ ജയന്താജനും ഇപ്പോഴത്തെ പഴയ സെമിനാരിയുടെ സാരഥി ഡോക്ടർ റജി മാത്യു അച്ഛനും പഠനത്തെ സ്നേഹിക്കുന്ന എല്ലാ സഹോദരന്മാർക്കും പ്രണാമം. 1, 2, 3, 4 സഹോദരിമാരെ കാണുന്നു. ഓഗസ്റ്റ് മാസത്തിൽ ഡിഫൻസ് നടന്ന സമയം മുതൽ നമ്മൾ ഒരുപാട് ചെന്നോട് പറഞ്ഞു ശോഭനായി മരണം ഇതുവരെ നടന്നില്ല, ഇത്രയും താമസിച്ചു പോയതിന് ക്ഷമമാണ്. അത് കുറ്റക്കാരൻ ഞാൻ തന്നെയാണ്, സമയക്കുറവാണ് കാരണം. ഇങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഇവിടെ ആരംഭിച്ചിരിക്കുന്നതായി മീഡിയയിലൂടെയെങ്കിലും ഞാൻ പറഞ്ഞു. ഉദ്ഘാടനം ചെയ്യുന്ന സ്ഥലത്തില്ലായിരുന്നു. ഇതൊരു പുതിയ നവമായ ഒരു സംരംഭമാണ് ഈ സമൂഹത്തിൽ ഞാൻ വിചാരിക്കുന്നു. മറ്റ് ക്രൈസ്തവ സമൂഹങ്ങളിലും സഭകളിലുമൊക്കെ ഇത്തരം പഠന കേന്ദ്രങ്ങൾ വളരെ കാര്യക്ഷമമായി നടക്കുന്നതായി അറിയാം. ആ ദിശയിൽ ഏകദേശം വെച്ച് തുടങ്ങുന്നേ ഉള്ളൂ നമ്മൾ എന്ന് തോന്നുന്നു. എങ്കിലും അന്തരിച്ചു പോയ യുവാനിയോസ് തിരുമേനിയുടെ മനസ്സിൽ മുട്ടിട്ട ഒരു ആഗ്രഹമാണല്ലോ ഇത്. ഇപ്പം ഞാനിന്ന് ജോർജനോട് വന്നു കഴിഞ്ഞ് പറയുകയായിരുന്നു, ശോഭാന അക്കാഡമിക്ക് വേണ്ടി ഇങ്ങനൊരു കെട്ടിടം വെക്കാൻ സൺഡേ സ്കൂൾ അസോസിയേഷനെയാണ് ദൈവം നിയോഗിച്ചത്.
അതൊരു നിമിത്തമായിരിക്കാം. അതുകൊണ്ട് ഇങ്ങനെയൊരു കാര്യത്തിന് വേണ്ടി പ്ലാൻ ചെയ്തതാണെന്ന് തോന്നും ഇവിടെ വന്നാൽ. അതുകൊണ്ടുള്ള സന്തോഷം സൺഡേ സ്കൂളിൻ്റെ ഒരു ശുശ്രൂഷകരെന്ന നിലയിൽ ഞാൻ പ്രകടിപ്പിച്ചുവെന്ന് മാത്രം. ബസേലിയോസ് എന്നയാൾ ഈ ആത്മീയതയെയും പഠനത്തെയും കൂടെ രണ്ടിനുമിടയിൽ പാലം കെട്ടിയ ആളാണ് വലിയ മാർ ബസേലിയോസ്. സന്യാസ ജീവിതത്തിന് ഒരു പ്രായോഗിക മുഖം അദ്ദേഹമാണ് നൽകിയത്. ക്രൈസ്തവ സന്യാസ രൂപങ്ങൾ ഉണ്ടായി വന്നത് സിറിയയിലും ഈജിപ്തിലും ലബനോനിലും ചില അറേബ്യൻ മേഖലകളിലുമൊക്കെ ആണല്ലോ. അതിൽ അക്കൂട്ടത്തിൽ ഈ സിറിയൻ സന്യാസ രീതി വളരെ കാർക്കശ്യമുള്ളതായിരുന്നു. ഒരുമാതിരി എക്സ്ട്രീം വരെ പോകുമായിരുന്നു. സ്വന്തമായി ചാട്ടവാരം കൊണ്ട് അടിക്കുകയും വളരെ പരുവരുത്തും മരത്തിൻ്റെ തോലുമൊക്കെ വെച്ചുള്ള വസ്ത്രങ്ങൾ ദേഹം കീറി മുറിക്കുന്നതും തൂൺ താമസികളും ഒക്കെ ആയി അങ്ങേ അറ്റം വരെ എവിടെ വരെ സഹിക്കാമോ അതിൻ്റെ അപ്പുറം കൂടെ കടന്നു പോകാൻ ശ്രമിച്ച ഒരു രീതി സിറിയയിലുണ്ടായിരുന്നപ്പോൾ മറ്റ് ചില മേഖലകളിൽ, പ്രത്യേകിച്ച് ഈജിപ്തിലും മറ്റും തികച്ചും പ്രായോഗികമായി ഇങ്ങനെ എക്സ്ട്രീം വേണ്ട, പ്രായോഗികമായ സന്യാസം മതി എന്ന് പറഞ്ഞതിലൊരു പ്രധാന ആളാണ് വലിയവനായ മോർ ബസേലിയോസ്. അദ്ദേഹത്തിൻ്റെ പേരിലാണല്ലോ ഇവിടെ നിലവിലിരിക്കുന്ന സന്യാസ സംഘം. അഭിനന്ദനായ ഈവാനിയോസ് തിരുമേനിക്ക് ഈ വഴിയിൽ വളരെ താല്പര്യമുണ്ടായിരുന്നുവെന്ന്, ആ താല്പര്യത്തോടെ അദ്ദേഹം സഞ്ചരിച്ചുവെന്ന് നിങ്ങളോടൊപ്പം ഞാനും തിരിച്ചറിയുന്നു. ഇന്ന് ഇവിടെ ഇത്രയധികം കഠിനമായ മഴ പെയ്ത് എല്ലായിടത്തും മഴയുണ്ടോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. പെയ്തിട്ട് ഈ സോപാനം കയറി വരാൻ സന്മനസ് കാണിച്ച എല്ലാവർക്കും കൂപ്പുകയെന്ന് ഇപ്പോൾ പറയാമായിരിക്കും. ഇപ്പോൾ കേരളത്തിൽ കൂപ്പുകയെന്നൊക്കെ പറഞ്ഞ പ്രയാസം, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഞാനിങ്ങനെ ഒരു പഠനത്തിൽ ചെന്ന് ചാടിയത് അതിൻ്റെ പ്രധാന കാരണക്കാർ രണ്ട് വൈദികരാണ്. അതിലൊരാൾ അന്തരിച്ചു പോയി, ഒരാൾ ജീവിച്ചിരിപ്പുണ്ട്. അവർ രണ്ടുപേരും എന്നോട് പറഞ്ഞുകൊണ്ടേയിരുന്നു, അക്കാഡമിക് ആയി ഉള്ള മേഖലയിൽ ഗവേഷണമൊക്കെ നടത്തി ശരി, എന്തുകൊണ്ട് വേദശാസ്ത്രത്തിലേക്കൂടെ എന്തെങ്കിലും ഒരു പഠനം നടത്തണം എന്ന് കർശനമായി. ഒന്ന് നമ്മുടെ അമേരിക്കയിലുള്ള തോട്ടുപുറവാച്ചനാണ്, തോമാദിവനാസി വസ്തുമേയുടെ സെക്രട്ടറി ആയിരുന്നു പണ്ട്. ആ പരിചയം വെച്ചായിരിക്കാൻ നിർബന്ധിച്ചു. പിന്നെ ഒരാൾ തുമ്പോൺ ഭദ്രാസനത്തിലെ അടുത്ത കാലത്ത് മരിച്ചുപോയ ജോർജ് തരകൻ മൽപ്പാൻ, ഞങ്ങൾ ഒരുമിച്ച് തിരുവനന്തപുരത്ത് ഒരു മുറിയിൽ താമസിച്ചത് പള്ളിയിൽ. ഈ രണ്ടുപേരും നിരന്തരമായ ശല്യം കൊണ്ടാണ് ഈ 66 വയസ്സിപ്പോഴും 66 തുടങ്ങിയപ്പോൾ അത്രയും വയസ്സില്ലേ, ഈ സാഹസത്തിന് ഇറങ്ങി പുറപ്പെടാൻ ധൈര്യം തോന്നിയത് അങ്ങനെയാണ്. എങ്കിലും ചിലപ്പോൾ തോന്നിയിട്ടുണ്ട് ഇത് വേണ്ടിയിരുന്നോ ഈ പ്രായത്തിൽ എന്ന്. എങ്കിലും ഞാനും 60 വയസ്സായപ്പോൾ നമ്മൾ പലരെ പോലെ ഇത് പറയാമെങ്കിൽ പറയുമായിരുന്നു, ലൈഫ് ബിഗിൻസ് അറ്റ് 60 എന്ന് പറയാൻ ഇഷ്ടമായിരുന്നു എനിക്കും. പിന്നെ പ്രായം കൂടുമ്പോൾ അറിയാൻ മേല ഏറ്റവും കൂടുതൽ ഇവിടെ പേട്രിയാർക്ക് എന്ന് പറയാവുന്ന ആൾ എൻ്റെ മുമ്പിൽ ഇരിപ്പുണ്ട്. അദ്ദേഹം ഇപ്പോഴും എഴുതുന്ന ആളായതുകൊണ്ട് എനിക്ക് അശേഷം ശങ്കയില്ലെന്ന് പറയാൻ. 90കളിലേക്ക് പ്രവേശിച്ചെന്ന് തോന്നുന്നു, പ്രവേശിച്ച് കാണും. അദ്ദേഹം ഇപ്പോഴും പഠിക്കുകയും വായിക്കുകയും എഴുതുകയും ചെയ്യുമ്പോൾ അത്ര എത്തിയിട്ടില്ലാത്ത എനിക്ക് അതുകൊണ്ട് ആയിക്കൂടാ എന്ന് ശങ്കയിൽ ലേശമില്ലാതെ എനിക്ക് പറയാം. അങ്ങനെ ഞാനിതിലും ബന്ധപ്പെട്ടു. അപ്പോൾ ഏത് മേഖലയിൽ തുടങ്ങണമെന്നൊക്കെ ഇങ്ങനെ സംശയമുണ്ടായിരുന്നു. ആദ്യം മനസ്സിൽ വന്നിരുന്നത് T.S. എലിയറ്റിൻ്റെ ചില ആത്മീയ സ്പർശമുള്ള കവിതകൾ ആയാൽ എന്താ എന്നാണ് ചിന്തിച്ചത്. നമ്മുടെ ബഹുമാനപ്പെട്ട ഓണ സാറിനും മറ്റും കൗതുകമുള്ളതാണ് ആ മേഖലയെന്ന് എനിക്കറിയാം.
അധികം അതിനെക്കുറിച്ച് വായിക്കുകയും ഈ കാര്യത്തിൽ എൻ്റെ മാർഗനിർദ്ദേശ പ്രധാന ഗൈഡായിരുന്ന ആളും ഇത് സംബന്ധിച്ച് കൂടെ വായിക്കുകയൊക്കെ ചെയ്തു. അവസാനം അത് വിട്ടിട്ടാണ് ഈ വിഷയത്തിൽ വന്ന് ചാടിയത്. മിസ്റ്റിക്കൽ എക്സ്പീരിയൻസ് എങ്ങനെയാണെന്ന് എനിക്ക് പറഞ്ഞുകൂടാ. അത് ഒരു മിസ്റ്റിസിസമാണെന്ന് തോന്നുന്നു. എങ്ങനെയാണ് ഇതിൽ വന്ന് ലാൻഡ് ചെയ്തതെന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. എങ്കിലും മനസ്സിൽ അന്ന് വെന്നി തെളിഞ്ഞ ഒന്ന്, ഇനി എന്തെങ്കിലും പഠിക്കുമെങ്കിൽ എന്തുകൊണ്ട് എൻ്റെ സഭയിലുള്ള ഏതെങ്കിലും ഒരു വിഷയമായിക്കൂടെ എന്നൊരു വലിയ തള്ളൽ ഉള്ളിൽ നിന്നുണ്ടായി എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ പിന്നെ ഏത് മേഖലയിലേക്ക് പോകണമെന്നൊക്കെ മനസ്സിലിങ്ങനെയിട്ട് അമ്മാനമാണ്. അങ്ങനെയാണ് പ്രഖ്യാപിതരും അപ്രഖ്യാപിതരുമായ യോഗാത്മക അനുഭവമുള്ള കുറേ പേരെ കൂട്ടുപിടിക്കാമെന്ന് വിചാരിച്ചു. അതിലൊന്ന് സെയിൻറ്റ് ഗ്രിഗോറിയോസ്, പിന്നീട് നമ്മുടെ കത്തോലിക്കോസ് ഗീവർഗീസ് സെക്കൻഡ്, പിന്നെ മൂന്നാമത്തേത് എന്തുകൊണ്ടാണെന്ന് ഞാൻ പറയാം സിസ്റ്റർ സൂസൻ കുരുവിള, സ്റ്റിഗ്മാറ്റ ഉള്ള ആൾ. അതിനെക്കുറിച്ച് അധികം പഠനമൊന്നും ആരും നടത്തിയിട്ടില്ല, അതിനുള്ള ധൈര്യം ആരും കാണിച്ചിട്ടുമില്ല. അതുകൊണ്ട് ആ 3 പേരെയാണ് ഞാൻ എടുത്തത്. ആ ഗവേഷണ പഠനത്തിൻ്റെ ശീർഷകം എ സ്റ്റഡി ഓഫ് ദി എക്സ്പീരിയൻസ് ഓഫ് ദി അൺസ്പീക്കബിൾ ആൻഡ് ഇറ്റ്സ് മാനിഫെസ്റ്റേഷൻസ് ഇൻ സെലക്റ്റഡ് mystic saints and holy persons in the Malankara Orthodox Indian Church എന്നായിരുന്നു. ഇത്രയും നീളമുള്ള ശീർഷകമായതുകൊണ്ട് ഒറ്റ ശ്രവണത്തിൽ അതിവിടെയൊക്കെ പിടിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എങ്കിലും മിസ്റ്റിക്കൽ എക്സ്പീരിയൻസ് എന്നതിൻ്റെ ബഹിർസ്ഫുരണങ്ങൾ 3 പ്രധാന വ്യക്തികളിൽ എന്നതായിരുന്നു ചിന്ത വന്ന് അവസാനം വന്ന് നിന്നത്. അങ്ങനെ ഈ 3 പേരെ കുറിച്ച് ഉള്ള പഠനം ആരംഭിച്ചു. ഒന്നാമത്തെ ആള് ഭാരത ഓർത്തഡോക്സ് സഭയിൽ ഒന്നാമതായി വിശുദ്ധനായി ഔദ്യോഗികമായി പ്രഖ്യാപിക്കപ്പെട്ടയാൾ 1947. രണ്ടാമത്തെ ആൾ ഒരു സെയിന്റ്ലി ആണെന്ന് എല്ലാവരും അംഗീകരിക്കുന്നതാണ് കത്തോലിക്കോസ് ബസേലിയോസ് ഗീവർഗീസ് സെക്കൻഡ്. അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ ഒരുപാട് ഇതിനു മുമ്പും വായിച്ചിട്ടുണ്ട്, അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു വിശുദ്ധ കുർബാനയും പട്ടംകൊടിയുടെ കാസറ്റ് തന്നെ കയ്യിലുള്ള വല്ലപ്പോഴും കേൾക്കാറുണ്ട്. അങ്ങനെ എന്തോ ഒരു അദൃശ്യബന്ധം, ഒരാദരവ് അദ്ദേഹത്തോടുണ്ടായി. മൂന്നാമത്തെ ആൾ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ആളാണ്, ഒരു സ്ത്രീയാണ്, ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ആളാണ്. സ്റ്റിഗ്മാറ്റ ഉണ്ട്. ഇങ്ങനെ ചില കാരണങ്ങൾ കൊണ്ടാണ് അവരെ കൂടെ ഈ പഠന മേഖലയിൽ ഉൾപ്പെടുത്തിയത്. ഇപ്പോൾ അവർക്ക് 89 വയസ്സ്, 58 കഴിഞ്ഞു, 89 വയസ്സാകുന്നു. നല്ല വാർദ്ധക്യത്തിലെത്തി. അവർ പറഞ്ഞു കേട്ട അറിവാണ് എനിക്കുള്ളത്. ഞാൻ ചെറുപ്പത്തിൽ കണ്ടിട്ടുണ്ട്. ഞങ്ങളുടെ നാട്ടിൽ ഒരു കൺവെൻഷനുണ്ട്, കല്ലുപ്പാറ കൺവെൻഷൻ. അന്ന് അത്ഭുതകന്യക എന്നാണ് അതിനെ കുറിച്ച് ഞങ്ങൾ കേട്ടിട്ടുള്ളത്. ടീച്ചറൊക്കെ അറിയാമായിരിക്കാം. അപ്പോൾ അവിടെ നദിയിൽ മണപ്പുറത്താണ് കൺവെൻഷൻ നടക്കുക. അപ്പോൾ ഇവർ ഈ കാലയിൽ മുറിവൊക്കെ ഉള്ളതുകൊണ്ട് വെള്ളത്തിൽ ചവിട്ടാതിരിക്കാൻ വേണ്ടി ഇവരെ താങ്ങിയെടുത്തുകൊണ്ട് ആരൊക്കെ ഇക്കരെ കൊണ്ടുവരുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ വളരെ നാൾ കണ്ടിട്ടില്ല. പിന്നെ സമീപകാലത്ത് അവർ കുളന്തുരുത്തിയിൽ പോയി ഒരു സന്യാസ ഭവനമൊക്കെ ഉണ്ടാക്കി. അവിടെ താമസമാക്കിയതിന് ശേഷവും പിന്നീട് ഞാൻ കൊച്ചിയിൽ വന്നതിന് ശേഷമാണ് വല്ലപ്പോഴും കുറെ കൂടെ അടുത്ത് അവരെ കാണാനും സംസാരിക്കാനും ഒക്കെ അവസരമുണ്ടായത്. അങ്ങനെയാണ് മനസ്സിൽ എന്തുകൊണ്ട് ഈ ആളിനെ കൂടെ ആയിക്കൂടാ, കാരണം അവരെക്കുറിച്ച് ഒത്തിരി അറിവില്ലായ്മയും ഒക്കെ നമ്മുടെയൊക്കെ മനസ്സിലുണ്ട് എന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഈ മൂന്നാമത്തെ ആളായി അവരെയും കൂടെ ചേർത്തു. പ്രധാനമായി അന്ന് മനസ്സിൽ വന്ന ഒരു ചിന്ത, അതാണ് ഇതിൻ്റെ ആർഗ്യുമെന്റ്. ഈ പഠനത്തിൻ്റെ വിശുദ്ധരായ ആളുകൾ എന്ന് നമ്മളും ദൈവവും നമ്മളും കരുതുന്നവർ, യോഗാത്മക അനുഭവമുണ്ട് എന്ന് സന്ദേഹിക്കപ്പെടുന്നവർ, അത് മിക്കവാറും അറിയാതെ പോകും. അങ്ങനെയുള്ള ആളുകൾ
വഴി നടക്കുന്ന മിറക്കിൾസ്, അത്ഭുതങ്ങൾ, അത് ഒരുപാട് പേരെ സാമാന്യമായി ആകർഷിക്കുന്നു. അത് ഏത് തീർത്ഥകേന്ദ്രത്തിലും ഏത് വിശുദ്ധൻ്റെ സമാധി സ്ഥാനത്തും അഥവാ വിശുദ്ധയുടെ ചെന്നാൽ അവിടെ ആളുകൾ തടിച്ചു കൂടുന്നത് അവർക്ക് അവരുടെ ഭൗതിക ജീവിതത്തിലും പ്രധാനമായി എന്തെങ്കിലുമൊക്കെ പ്രയോജനങ്ങൾ ലഭിക്കുന്നു, അല്ലെങ്കിൽ ഒരു മാന്യമായ കാര്യം, അമാനുഷ്യമായ എന്തൊക്കെ നടക്കുന്നത് കണ്ടാൽ അവിടെ ആള് കൂടുന്ന ഒരു രീതി ഉണ്ട്. എന്നാൽ ഇതിലെ ആർഗ്യുമെന്റ് ഈ മിസ്റ്റിക്കൽ, അതിന് എന്താണ് മിസ്റ്റേക്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ട്. അതുകൊണ്ട് അൺസ്പീക്കബിൾ എന്നുള്ള വാക്ക് അങ്ങനെയാണ് പ്രയോഗിച്ചത്. കാരണം അത് വേദപുസ്തകത്തിലുള്ളത് കൊണ്ട്. ബൈബിളിൽ സെയിന്റ് പോളാണ് അത് കൈയെടുത്ത് പ്രയോഗിച്ചിരിക്കുന്നത്. അനുച്ചാരണീയം എന്ന പദം പ്രധാനപ്പെട്ട ജോർജിന് അതേക്കുറിച്ച് എഴുതി വെച്ചിരിക്കുന്നത് ഞാൻ കണ്ടു. ഉച്ചരിച്ചു കൂടാത്തത്, പറയാനാവാത്തത്, അദ്ദേഹത്തിന് തന്നെ ഉണ്ടായ ചില എക്സ്റ്റാറ്റിക് അനുഭവങ്ങളെ വർണ്ണിക്കുമ്പോൾ ഉച്ചരിച്ചു കൂടാത്തതാണെന്നും പറയാനാവാത്തതാണെന്നും പറഞ്ഞു കൂടാത്തതാണെന്നും ഉള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് അൺസ്പീക്കബിൾ എന്നൊരു പദം ഉണ്ടാക്കിയത്. കാരണം മിസ്റ്റിക് അനുഭവങ്ങളുള്ള യഥാർത്ഥ മിസ്റ്റിക്സ് അധികം പേരും പറയാറില്ല. ഇംഗ്ലീഷിലെ ചൊല്ലുപോലെ അറിയാവുന്നവൻ പറയുകയുമില്ല, പറയുന്നവൻ മുഴുവൻ അറിയാനും വയ്യ എന്നത് ഇവിടെ സാർത്ഥകമാണ്. അങ്ങനെ മിസ്റ്റിക് അനുഭവമുള്ളവർ അധികം പേരും അങ്ങനെ എഴുതി വയ്ക്കാറില്ല. സെയിന്റ് ഗ്രിഗോറിയോസ് ആകട്ടെ, അദ്ദേഹത്തിൻ്റെ പുറകെ വന്ന ശിഷ്യരാകട്ടെ, ആരും ഈ വഴിയിൽ ഒന്നും എഴുതി വെച്ചിട്ടില്ല. അതുകൊണ്ട് അവർക്ക് അങ്ങനെയുള്ള അനുഭവങ്ങളില്ല എന്നല്ല എൻ്റെ അർത്ഥം. പൊതുവെ കാണുന്ന ഒരു പ്രതിഭാസമാണ് പല മിസ്റ്റിക്സും അവരുടെ ആഴത്തിലുള്ള അനുഭവങ്ങൾ വെളിപ്പെടുത്താനോ അത് കുറിച്ചു വെക്കാനോ മെനക്കെടാറില്ല. അവർക്കതിൽ താല്പര്യമില്ല. ഒരുപക്ഷെ ഇതിൻ്റെ പ്രധാന ഹേതു ക്രൈസ്തവ സന്യാസത്തിൻ്റെ ആദ്യ നൂറ്റാണ്ടുകളിൽ കാണുന്ന ഒരു പ്രത്യേകത, അത് വളരെ വിശുദ്ധരായ മനുഷ്യസ്നേഹികളായ ഒത്തിരി ആളുകളുണ്ടായിരുന്നു, സന്യാസിമാർ. അവർ വഴി ഒരുപാട് മിറക്കിൾസ് നടന്നിട്ടുണ്ട്. ഈവൻ പരുമല തിരുമേനി മരിച്ച ഒരു കുഞ്ഞിനെ ജീവിപ്പിച്ചതായി അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിലുണ്ടല്ലോ, കുന്നംകുളത്ത് വെച്ച്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ധാരാളം അന്ന് നടന്നിരുന്നപ്പോൾ ഈ മിറക്കിൾസിന് ഒരു പ്രാധാന്യവും നൽകിയിരുന്നില്ല ആദ്യകാല ക്രൈസ്തവ സന്യസ്തർ. ഇതെന്നെ വളരെ ചിന്തിപ്പിച്ച ഒരു കാര്യമാണ്. ഈ മിറക്കിളിൻ്റെ പുറകെ ഓടുന്ന സംസ്കാരത്തിലാണ് ഇന്ന് നമ്മൾ. പൊതുവെ എങ്ങനെ ആയിരിക്കാം എന്നാൽ ഞാൻ ആവർത്തിക്കട്ടെ, ആദ്യകാല 4-ാം നൂറ്റാണ്ടൊക്കെ മുതലാണല്ലോ ഇങ്ങനെ ഇവരെ കണ്ടു തുടങ്ങുന്നത് ക്രിസ്ത്യൻ അസറ്റിക്സ് കാണുന്നത്. അവർക്ക് വളരെ ഒരു രീതിയിൽ വെറുപ്പായിരുന്നു ഈ മിറക്കിൾസ് എന്നൊക്കെ പറഞ്ഞാൽ. അത് പറയുന്നവരെ ശാസിക്കുമായിരുന്നു. അവർ, നിങ്ങൾ അച്ചടക്കത്തിൽ മനുഷ്യസ്നേഹമുള്ളവരായി പരസ്പരം സേവിച്ച് ജീവിക്കുക, അതിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്, മിറക്കിൾസിനല്ല. മിറക്കിൾ ധാരാളം സംഭവിക്കുമായിരുന്നു. ഇങ്ങനെയൊന്ന് വായനയ്ക്കിടയിൽ കിട്ടി. അപ്പോൾ അന്ന് കാണുന്നതും അന്നുണ്ടായിരുന്നതും ഇന്ന് നമ്മൾക്ക് പരിചിതമായ സാഹചര്യങ്ങൾ തമ്മിൽ വലിയ ഒരു അന്തരം കാണുന്നുണ്ട്. ഇന്ന് നമ്മൾ അറിവുള്ളവർ പോലും ഈ മിറക്കിൾസ് കേട്ടാൽ നമ്മൾ ഒന്നുകൂടെ നോക്കും. സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായതിനെ നോക്കാനാണല്ലോ മനുഷ്യ മനസ്സിന് താല്പര്യം. സാധാരണയുള്ള ഷർട്ടൊക്കെ ഇട്ട് വരുന്നതിനെ നമ്മൾ നോക്കുകയില്ല. ഞാൻ പറയുന്ന പോലെ കോളറില്ലാത്ത ഷർട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും വ്യത്യസ്തമായ രീതിയിലൊക്കെ തുന്നിപ്പിടിപ്പിച്ചതൊക്കെ ആണെങ്കിൽ നമ്മൾ ഒന്നുകൂടെ നോക്കും. അങ്ങനെ ആ കോളേജുകളിൽ ഇപ്പോഴുണ്ടെന്ന് അറിഞ്ഞൂടെ, പ്രീ ഡിഗ്രി ഒക്കെ തുടങ്ങിയ കാലത്ത് ഈ പിള്ളേർ 10 മണിക്ക് തുടങ്ങിയാലും 10 മണിക്ക് അവിടെ കാണും, പക്ഷേ ക്ലാസ്സിൽ വരില്ല. അവരെല്ലാവരും വന്നിരുന്ന് കഴിഞ്ഞിട്ടാണ് പതുക്കെ സാറൊക്കെ വന്നു കഴിയുമ്പോൾ ഒന്ന് കയറി വരും. അതിനെക്കുറിച്ച് ആരാ പറഞ്ഞു, ഇവർ താമസം വന്നത് എന്തിനാണെന്ന് അറിയാമോ? എല്ലാവരും ഒന്ന് നോക്കണം, അത്രയേ ഉള്ളൂ.
അപ്പോൾ ശ്രദ്ധിക്കപ്പെടാൻ വേണ്ടി ഉള്ള പ്രവണത അന്നും ഇന്നും നിലനിൽക്കുന്നു. എന്നാൽ ഇതിനെതിരായുള്ള ഒരു ഒഴുക്കായിരുന്നു ആദ്യകാല ക്രൈസ്തവ അവർ അധികം പേര് മിസ്റ്റിക്സ് ആയിരുന്നു. അസെറ്റിക്സ് അധികവും മിസ്റ്റിക്സ് ആയിരുന്നു. എല്ലാ മിസ്റ്റിക്സും അസെറ്റിക്സ് ആയിക്കൊള്ളണമെന്നില്ല എന്നതാണ് ചരിത്രത്തിൽ കാണുക. അപ്പോൾ ഇങ്ങനൊരു ധാരണ ഉണ്ട്. അപ്പോൾ അതിൽ ചിന്തിച്ചാൽ എന്താ എന്ന് തോന്നി. അപ്പോൾ അതെടുത്തു തീസിസ് ആർഗ്യുമെൻ്റ് അതാണ്. പ്രാധാന്യം കൊടുക്കേണ്ടത് യഥാർത്ഥത്തിലുള്ള മിസ്റ്റിക് എക്സ്പീരിയൻസ് ഓർ മിസ്റ്റിക് സ്റ്റേറ്റ്, ഇത് രണ്ടിനെ കുറിച്ച് പറയാൻ, മിസ്റ്റിക് എക്സ്പീരിയൻസ് ആൻഡ് മിസ്റ്റിക് സ്റ്റേറ്റ്, അവയ്ക്കാണ് ഊന്നൽ നൽകേണ്ടത്. അവയുടെ മാനിഫെസ്റ്റേഷൻ എന്ന് ഞാൻ പറഞ്ഞ അവയിൽ നിന്ന് ഉളവാകുന്നതാണ് ഈ മിറക്കിൾസോ വിഷനോ എക്സ്റ്റസി എന്നൊക്കെ പറയുന്നതൊക്കെ. ഈ ബൈലൊക്കേഷനും ഒക്കെ ഒരു അതിനകത്ത് ഒരേ സമയത്ത് 2 സ്ഥലത്ത് ഉണ്ടായിരിക്കുക, അതിയായ കാര്യങ്ങൾ 2 അതിലധികം. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ യഥാർത്ഥത്തിൽ സോളിഡായിട്ടുള്ള മിസ്റ്റിക് അനുഭവങ്ങളുടെയും മിസ്റ്റിക് സ്റ്റേറ്റുകളുടെയും ഒരു പ്രകാശനം. ഇപ്പോൾ പ്രകാശനത്തിനാണോ പ്രാധാന്യം കൊടുക്കുക ഇതിനോ എന്ന് പറയും. എന്നാൽ ഇത്തരം മാനിഫെസ്റ്റേഷൻസ് 2 രീതിയിൽ വരാം. ഇതിനെ എല്ലാം കൂടെ ഒരു കാറ്റഗറി ആയിട്ട് പറയാമെങ്കിലും ഇപ്പം മനുഷ്യ സ്നേഹപരമായി ഒരു മിസ്റ്റിക് പ്രവർത്തിക്കും. അപ്പോൾ നമ്മൾ തിരിച്ചറിയുന്നു അദ്ദേഹം ഒരു മിസ്റ്റിക് ആണെന്നുള്ളതിൻ്റെ തെളിവ് ഒന്ന് ഇതാണ്. വളരെ ത്യാഗപൂർവ്വം മനുഷ്യ സ്നേഹപരമായി പെരുമാറുന്നു, പ്രവർത്തിക്കുന്നു. അതൊരു മാനിഫെസ്റ്റേഷനാണ്. അങ്ങനെ നമ്മൾ അറിയുന്നത് അദ്ദേഹം യഥാർത്ഥത്തിൽ ഒരു മിസ്റ്റിക്കാണ്. മറുവഴിക്ക് അദ്ദേഹം എന്തെങ്കിലും മിറക്കിളൊക്കെ ചെയ്യുന്നു, അതിന് പ്രാധാന്യം കൊടുക്കുന്നതാണ് നമ്മൾ സാമാന്യമായി കാണുന്ന രീതി. മറിച്ച് ശ്രദ്ധ പോകേണ്ടത് ആഴത്തിലുള്ള അടിത്തട്ടിലുള്ള മിസ്റ്റിക് അനുഭവങ്ങളും മിസ്റ്റിക് സ്റ്റേറ്റ്സുമാണെന്നാണ് എൻ്റെ ആർഗ്യുമെൻറ്റ്. ഇതെന്തായാലും അവർ സമ്മതിച്ചു. ഈ ആർഗ്യുമെൻ്റാണ് ഞാൻ തുടക്കം മുതലേ ഞാൻ ഈ പഠനം നടത്തിയ സ്ഥാപനത്തിൽ എൻ്റെ ഗൈഡ് മോഡറേറ്റേഴ്സ് എന്ന് പറയാം അവരോടെല്ലാം പറഞ്ഞ് കൺവിൻസ് ചെയ്തു. അവരും അത് സമ്മതിച്ചു. അങ്ങനെ ഈ വിഷയത്തിൽ ഞാൻ വന്നു നിന്നു. അപ്പോൾ എൻ്റെ ആർഗ്യുമെൻ്റ് ഇതൊരു തെറ്റായ പ്രവണതയാണ്. ഈ മിറക്കിൾ പോകും. അത് ഏത് മതത്തിലായാലും മിറക്കിൾ നടന്നു കേട്ടാൽ മനുഷ്യർ അങ്ങോട്ട് പോകും. അധികം പേരും ശ്രദ്ധിക്കാറില്ല ഈ മിറക്കിൾ വർക്കറുടെ. ഇപ്പോൾ പലയിടത്തും യാത്ര ചെയ്ത് കാണാം, അത്ഭുത പ്രവർത്തകനായ ഇന്നയാളിൻ്റെ പള്ളി, അല്ലെ അത്ഭുത പ്രവർത്തകനായ ഇന്നയാളിൻ്റെ തിരുനാൾ. ഇത് കേരളത്തിലൂടെ സഞ്ചരിച്ചാൽ പുറത്തും കാണുമായിരിക്കും. ഇപ്പം മനുഷ്യനെ ആകർഷിക്കാം. ഇതൊരു തീർത്ഥാടന കേന്ദ്രമാണെന്ന് എഴുതി വെച്ചാൽ തീർത്ഥാടക കണ്ടില്ല, തീർത്ഥാടക കേന്ദ്രം എന്ന് എഴുതി വെക്കുക. അല്ലെ അത്ഭുത പ്രവർത്തകനായ ഇന്നാരുടെ എന്ന് എഴുതിയാൽ എല്ലാവരും ഒന്നുകൂടെ നോക്കുമായിരിക്കാം. എന്താ എങ്ങനെ എഴുതുന്നത് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. ഈ അത്ഭുതം പ്രവർത്തിക്കുന്നവരാവട്ടെ, അതിൻ്റെ പിന്നിൽ അവരുടെ ഒരു യഥാർത്ഥ ആത്മീയത അതാണ് നമ്മൾ കേട്ടത്. അവരുടെ ഒരു മിസ്റ്റിക് എക്സ്പീരിയൻസ് ഉണ്ടാവില്ലേ? അത് തേടാൻ ആർക്കും ക്ഷമയില്ലേ? ഇതാണ് എൻ്റെ മനസ്സിലെയും ബാധിച്ച ചോദ്യം. ഇത് ക്രിസ്തീയ സഭയിൽ മാത്രമല്ല പലയിടത്തുമുള്ള ഒരു രോഗമാണെന്ന് ഞാൻ പറയും. പ്രകാശനങ്ങളുടെ പുറകെ പോകുന്നു, അതിൻ്റെ യാഥാർത്ഥ്യം എവിടെ എന്ത് എന്ന് തേടാൻ ആർക്കും ക്ഷമയുമില്ല, മനസ്സുമില്ലാത്ത ഒരന്തരീക്ഷം. എന്നാൽ ഈ പഠനം ഇങ്ങനെ തുടങ്ങി വന്നതിൽ കിട്ടാതെ വന്ന ഒരു സംഭവം ഞാൻ മുമ്പേ പറഞ്ഞതാണ്. അധികം മിസ്റ്റേക്സും എഴുതുകയില്ല, പറയുകയുമില്ല. ഒരു മിറക്കിൾ പോലെ സംഭവമായിട്ട് റിലേറ്റ് ചെയ്ത് വായിച്ചത് ഞാൻ പറയാം. ഈ പഠനത്തിൽ 2ാമത്തെ ആളാണ് കുറിച്ചിവാണ്. അദ്ദേഹം പ്രായമായി എന്തോ അസുഖമൊക്കെ വന്ന് എവിടെ കണ്ട ഒരു ആശുപത്രിയിൽ അഡ്മിറ്റായി. അപ്പോൾ ഇത് നടക്കാൻ പ്രയാസമുണ്ട്. വൈകുന്നേരം വരാൻ്റെ വഴി അങ്ങോട്ട് ചോട്ടും കായുടെ കയ്യെ പിടിച്ചോട്ട് നടക്കും. അങ്ങനെ നടന്നു പോകുമ്പോൾ അടുത്ത മുറിയിലൊരു മുസ്ലിം ചികിത്സയിലാണ്. അപ്പോൾ ഈ ഇദ്ദേഹം ഇങ്ങനെ നടക്കുന്നത് കണ്ട് ആ കൂടെ നിന്ന കൂട്ടിരിപ്പുകാരൻ രോഗിയെ പരിചരിക്കുന്നയാൾ വന്ന് പറഞ്ഞു, അദ്ദേഹം വന്ന് എൻ്റെ വാപ്പായുടെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കണം. അവർ പറഞ്ഞിട്ട് ഞാൻ പോകുന്നില്ലൊക്കെ ആദ്യം പറഞ്ഞെങ്കിലും അവർ നിർബന്ധിച്ചു. അവരങ്ങനെ അപേക്ഷിച്ചതല്ലേ, പോകണം എന്ന് പറഞ്ഞു. അദ്ദേഹം ഈ നടക്കുന്നതിൻ്റെ കൂട്ടത്തിൽ അവിടെ കയറി
ആ മനുഷ്യന് തലയൊക്കെ വെച്ച് പ്രാർത്ഥിച്ച് അയാൾക്ക് വലിയ വേദനയില്ല. തിരിച്ച് മുറി വന്നപ്പോൾ അയാളുടെ മകൻ പറഞ്ഞു, എൻ്റെ വാപ്പായുടെ വേദന ശമിച്ചു. നമ്മൾ വേഗം ഇതിന് മിറക്കിളാണെന്ന് നമ്മുടെ മനസ്സ് പറയും. ഇപ്പൊ കൂടെ ഉണ്ടായിരുന്നവരന്ന് പേടിച്ചാണ് കാണിച്ചു പോയി. ചിലപ്പോൾ പെട്ടെന്ന് ദേഷ്യപ്പെട്ടില്ല. ഇച്ചിരി അകന്ന് നിന്ന് ചോദിച്ചു, ഇതെപ്പോഴും ഉണ്ടോ ഇങ്ങനെ? എന്തോ അദ്ദേഹം കോപിച്ചില്ല. അദ്ദേഹം പറഞ്ഞു, ഇല്ല, എപ്പോഴും ഇല്ല. ഇതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ എനിക്കറിയില്ല. ഞാൻ വായിച്ചറിഞ്ഞതാണ്. കൂടുതൽ ഞാൻ പറയാൻ എനിക്കറിയില്ല, അതിനുള്ള പ്രാണിയില്ല എനിക്ക്. ഇത് ഒരു മിസ്റ്റിക് അനുഭവമുള്ള അല്ലെങ്കിൽ യഥാർത്ഥ ആത്മീയമുള്ളവർ വിളിച്ച് പറയില്ല. മനസ്സിൽ ഒതുക്കുകയാണോ ചോദിച്ചാൽ എനിക്കറിയാൻ പറ്റും, പറയില്ല. ഇപ്പം ശരിക്കുമുള്ള സന്യാസിമാർ, എൻ്റെയും സുഹൃത്താണ് സ്വാമി നിർമ്മലാനന്ദഗിരി. വലിയ ആയുർവേദ വൈദ്യനും അദ്ദേഹത്തിനുമുണ്ട്. 56 വയസ്സ്. കാശിയില അദ്ദേഹത്തിൻ്റെ മഠം. കേരളത്തിലിങ്ങനെ വരും. ഇപ്പോൾ പാലക്കാടുണ്ട്. അദ്ദേഹത്തോട് ചോദിച്ചാൽ പൂർവാശ്രമം ഒന്നും പറയില്ല. എവിടുത്തുകാരനാന്ന് അറിഞ്ഞൂടാ, മലയാളിയാണ്, മലയാളം പറയുന്നതല്ലാതെ പൂർവാശ്രമത്തെക്കുറിച്ച് ഊരിയാടത്തില്ല. എന്നെ പോലുള്ളവരൊക്കെ ആണെന്ന് ചോദിച്ചാൽ വീടും അഡ്രസ്സും ഒക്കെ പറയാൻ നമുക്ക് വളരെ തിരക്കായിരിക്കും, കൗതുകവുമായിരിക്കും. ഈ പൂർവാശ്രമത്തെക്കുറിച്ച് എന്താ പറയുന്നില്ല, അത് വിട്ടു. യഥാർത്ഥത്തിൽ ക്രൈസ്തവ സന്യാസിമാർക്കും ഈ ഫ്ലൈറ്റ് ഫ്രം ദ വേൾഡ് എന്നൊന്നുണ്ടായിരുന്നതായിട്ട് കുറിച്ച് ഇവിടെ പോലുള്ളവർക്ക് നല്ലവണ്ണം അറിയാം. അതിൻ്റെ ഒരു ഭാഗം നിങ്ങൾ മരിച്ചതാണ്. യു അറ്റൻഡ് ടു ദ വേൾഡ്. നിങ്ങൾ മരിച്ചയാണ്. അപ്പോൾ പിന്നെ എങ്ങനെ പുറത്തോട്ട് പോയി കാണുക? ഒരു കല്ലറക്കകത്തിരിക്കുന്ന ഒരാൾ, ഖബറിലിരിക്കുന്ന ഒരാൾ പുറത്തോട്ട് പോയി കാണുന്ന പോലെ കണ്ടോണം. അതാണ് ഒരംശം. എന്നെ ഒത്തിരി ചിന്തിപ്പിച്ചതാണ് ഈ സ്വാമി നിർമ്മലാനന്ദഗിരി മഹാരാജ്. തിലഭാണ്ഡേശ്വര അഖാര എന്ന് പറയുന്ന കാശി, അവിടെ ആ മഠത്തിലെ സീനിയർ അംഗമാണ് അദ്ദേഹം. പൂർവാശ്രമത്തെ കുറിച്ച് അതില്ല. എന്താ അവരെ പറയാൻ മടിക്കുക? അപ്പോൾ സന്യാസിമാരുടെ ഒന്ന്, നിങ്ങൾ മരിച്ചതാണ്. ഇതൊന്നും പറഞ്ഞ് വില പോവുകയാണ്. ഒത്ത് കടുപ്പിച്ച് പറഞ്ഞ് ചിലപ്പോൾ കല്ലവർ കിട്ടും. നിങ്ങൾ മരിച്ചതാണെന്ന് പറഞ്ഞ് ഒന്ന്. പിന്നീട് നിങ്ങൾക്ക് ഈ കൃഷ്ണ ആഗ്രഹങ്ങൾ, ഇന്ന സ്ഥാനം വേണം, ഇന്ന സൗകര്യങ്ങൾ വേണം, സന്നാഹങ്ങൾ വേണമെന്ന് ആഗ്രഹിക്കാൻ പാടില്ല. ആഗ്രഹിച്ചാൽ നിങ്ങൾ സന്യാസി അല്ലാതെയാകും എന്ന് പഠിപ്പിച്ചവരാണ് ക്രൈസ്തവ സന്യാസിമാർ മാത്രമല്ല അല്ലാതെ. ഇത് ആദ്യകാല ക്രൈസ്തവ പൗരസ്ത്യദേശത്താണല്ലോ ഇത് ഉണ്ടായത്, ഈ ജീവിത സരണി. അവർ പഠിപ്പിച്ചിരുന്നതാണ് ഈ ഫ്ലൈറ്റ് ഫ്രം ദ വേൾഡ് എന്നതിൽ ഇത് 2 ഊന്നൽ കൊടുത്തു. ഒന്ന്, യു ആർ ഡെഡ് ടു ദ വേൾഡ്. ഇതൊക്കെ നന്നായിട്ട് അറിയാവുന്ന ആളായിരുന്നു ഇവാഞ്ചലിസ്റ്റ്. ഇത് പ്രവൃത്തി കൊണ്ടുവന്ന ആളായിരുന്നു പരിമലത്തിൽ. യു ആർ ഡെഡ് ടു ദ വേൾഡ്. ഒന്ന്. 2, നിങ്ങൾ ഒന്നിനും അസ്പയർ ചെയ്യരുത്. ഇപ്പോൾ ഇത് പറഞ്ഞാൽ ആധുനിക സംസ്കാരത്തിന് നേരെ വിരുദ്ധം. നിങ്ങൾ നല്ലതുപോലെ ആഗ്രഹിച്ച് ഇങ്ങനെ ഉയർന്ന് എത്രയോ ഉയരാമോ അത് പിടിച്ചെടുക്കണമെന്ന് പഠിപ്പിക്കുന്ന സംസ്കാരത്തിൽ നമ്മൾ ജീവിക്കും. സ്വന്തം കാലിൽ നിന്നുകൊണ്ട് ഉയരാവുന്നിടത്തോളം ഉയർന്ന ആരുടെയെങ്കിലും തോളിൽ ചവിട്ടിയിൽ നിങ്ങൾ ഉയരണം എന്ന് പഠിപ്പിക്കുന്ന സംസ്കാരത്തിന് ഒരു കൗണ്ടറാണിത്. നിങ്ങളുടെ മനസ്സിൽ പുതിയ കാര്യമൊന്നും അല്ല. നമുക്ക് ശ്രീ ബുദ്ധനുമൊക്കെ ഇതാ പഠിപ്പിച്ചത്. ആശ ഒന്ന് കൂടിപ്പോയാൽ നിരാശ ഉണ്ടാകുമെന്ന്, അങ്ങനെ തൃഷ്ണ ത്യജിക്കണമെന്നുമാണ് അദ്ദേഹവും പഠിപ്പിച്ചത്. ഈ കാര്യങ്ങൾ കൊണ്ടാവാം അധികം മിസ്റ്റിക്സ് എഴുതാറില്ല. പിന്നെ എഴുതുക കുറച്ച് പേരൊക്കെ ഉണ്ട്, നമ്മുടെ സഭയിലല്ല, പടിഞ്ഞാറൻ സഭയിലും ഒക്കെ ആയിട്ട് കുറച്ച് പേരൊക്കെ എഴുതിയിട്ടുണ്ട്. അത് ചില ഗ്ലീംസ് നമുക്ക് തരുന്നുണ്ട്. എന്താണ് ഒരു മിസ്റ്റിക്കിൻ്റെ മനസ്സ് എന്ന് ഗ്രഹിക്കാൻ ചിലതൊക്കെ അവിടുന്ന് ഇവിടുന്നൊക്കെ നമുക്ക് പെറുക്കിയെടുക്കാം. അത് ഒരു സാഹസമായി തന്നെ എനിക്ക് തോന്നി. ഇതിനെക്കുറിച്ച് അധികം സാഹിത്യമൊന്നും വായിക്കാൻ പുസ്തകങ്ങളിലൊക്കെ ഇല്ല. ഇവിടെ അധികം പുസ്തകം കിട്ടാൻ ഞാൻ വെളിയിൽ ഒത്തിരി യാത്ര ചെയ്യേണ്ടി വന്നു. ഇതിൻ്റെ കുറേ ലിറ്ററേച്ചർ എവിടെ നിന്നും കിട്ടുമോ എന്നറിയാം. പുറത്തൊക്കെ പോയി കുറേ കളക്ട് ചെയ്യുകയും ചെയ്തു. സെയിൻറ്റ് പോൾ പറഞ്ഞു, നോട്ട് ടു ബി ടോൾഡ്
that no mortal is permitted to repeat എന്ന് 2 Corinthians പറഞ്ഞതായി അൺസ്പീക്കബിൾ എന്ന പദത്തിന് ആധാരമായി ഞാൻ എടുത്തത്. വെസ്റ്റിസിസത്തിൽ ഞാൻ പറഞ്ഞ അതിൻ്റെ പ്രകാശനം എന്ന് പറഞ്ഞതിൽ അതിനെ നോൺ എസെൻഷ്യൽ എലിമെൻറ്റ്സ് എന്നാണ് ഞാൻ പേരിട്ടത്, എൻ്റെ ഗൈഡിൻ്റെ അനുവാദത്തോടുകൂടി. മിസ്റ്റിസിസത്തിൽ എസെൻഷ്യൽസും ഉണ്ട്, നോൺ എസെൻഷ്യൽസും ഉണ്ട്. എസെൻഷ്യൽസ് എന്ന് പറയുന്ന യഥാർത്ഥത്തിലുള്ള മിസ്റ്റിക് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ സ്റ്റേറ്റ്. മിസ്റ്റിക് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ സ്റ്റേബിളാണ്. മിസ്റ്റിക് എക്സ്പീരിയൻസ് ഫ്രീക്വൻ്റ് ആയിട്ട് ഉണ്ടാകാമെന്ന് മാത്രമേ ഉള്ളൂ. കുറച്ചുകൂടെ സ്ഥായിയായി വരുന്നത് മിസ്റ്റിക് സ്റ്റേറ്റ് ആണ്. മിസ്റ്റിക് സ്റ്റേറ്റ് ഓർ എക്സ്പീരിയൻസ് ആണ് എസെൻഷ്യൽസ് ഓഫ് മിസ്റ്റിസിസം എന്നും അതിൻ്റെ മാനിഫെസ്റ്റേഷൻസ് മിറക്കിൾസ് പോലെയുള്ളതിനെയാണ് നോൺ എസെൻഷ്യൽസ് എന്നും വ്യവഹരിച്ചത്. ഇതിൽ ആദ്യത്തേതിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടതാണ് ഈ തീസിസിലെ പ്രധാനപ്പെട്ട ആർഗ്യുമെന്റ്. രണ്ടാമത്തേത് നല്ലപോലെ കാണാൻ നമുക്ക് ആദ്യത്തെ അത്രയും സ്പഷ്ടമാവില്ല. ഒരു യോഗിയുടെ മനസ്സെങ്ങനെയാണ് സഞ്ചരിക്കുന്നതെന്ന് അറിയാൻ വലിയ പാടാണ്. അവർ മുനിമാരാണ്, അവർ മൗനമായിരിക്കും അവരുടെ മുഖം. അതുകൊണ്ട് എങ്ങനെയാണ് അവരുടെ മനസ്സ് പ്രവർത്തിക്കുന്നതെന്ന് പുറത്തു നിന്ന് ഒരാളിന് അറിയാൻ പറ്റില്ല. ഒരു സന്യാസ പിതാവിൻ്റെ അടുത്ത് വാട്ട് മസ്റ്റ് ഐ ഡു ടു സേവ് മൈ സോൾ എന്നൊക്കെ ഇങ്ങനെ ചോദ്യമായിട്ട് അർത്ഥികൾ വന്നാൽ പറഞ്ഞു കൊടുത്തിരുന്നൊരു പ്രധാന ഉപദേശം, ഗോ ആൻഡ് സിറ്റ് ഇൻ യുവർ സെൽ, ദ സെൽ വിൽ ടീച്ച് യു എവറിത്തിങ്. പോരെ, ഗോ ആൻഡ് സിറ്റ് ഇൻ യുവർ സെൽ, സന്യാസിയുടെ സെൽ, ദ സെൽ വിൽ ടീച്ച് യു എവറിത്തിങ്. അവിടെ വാക്കുകൾ ഇല്ല, വാക്കുകൾ പരാജയപ്പെടും. ഭാഷ വളരെ പരിമിതി ഉള്ളതാണല്ലോ. റോയ് സാറിനെ കണ്ട ഞാൻ പറയുന്നത് തെറ്റോ എനിക്കറിയാൻ പറ്റില്ല. ഭാഷയ്ക്ക് ഒരുപാട് പരിമിതികളുണ്ട്. നമ്മുടെ പദസമ്പത്ത് ഉപയോഗിച്ച് പലതിനെയും വർണ്ണിക്കാൻ നമുക്കാവില്ല. പിന്നെ നമ്മൾ വാക്കുകൾ തേടിയൊക്കെ ഒപ്പിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് യേശുക്രിസ്തുവിൻ്റെ ട്രാൻസ്ഫിഗറേഷനെ വർണ്ണിക്കാൻ ഞാൻ ഇവിടെ പറഞ്ഞതുപോലെ ട്രാൻസ്ഫിഗറേഷനെ വർണ്ണിക്കാൻ ഭാഷയില്ല. പിന്നെ കൂട്ടുപിടിച്ചത് ആരെയാണ്? അലക്കുകാരനെ. ഭൂമിയിൽ ഒരു അലക്കുകാരനെ വെളുപ്പിക്കാനാവാത്ത വിധമെന്ന് പറഞ്ഞാൽ പല തോറ്റുപോയ ഭാഷയാണ്. അതിന് ഭാഷയുടെ പിടിയിൽ നിൽക്കുന്നില്ല. ഇത് ഏകദേശം അതുപോലെ തന്നെ ഒരു യോഗിയുടെ മനസ്സിൽ എന്താണ് ചലനം എന്ന് അദ്ദേഹത്തിന് പോലും അറിയില്ല. ഇത് പലതും അവരുടെ നിയന്ത്രണത്തിലല്ല. ഈ മിസ്റ്റിക് എക്സ്പീരിയൻസ് പറയുന്നത് ആ മിസ്റ്റിക്കിൻ്റെ കൺട്രോളിലായിക്കൊള്ളണമെന്നില്ല. അത് സംഭവിക്കുകയാണ് മിക്കവാറും. അവർ വിൽ ചെയ്തുണ്ടാക്കുന്ന ഒരു കാര്യമല്ല. ഇതാണ് പലരും മറന്നുപോകുക. മിറക്കിൾ കാണുമ്പോൾ ബാക്കി എല്ലാം ഇങ്ങനെ മറന്നുപോകും. പ്രാധാന്യം നൽകേണ്ടതിന് പ്രാധാന്യം നൽകാതെ പ്രയോറിറ്റി എന്ന് നമ്മുടെ ഭാഷയിൽ പറയും. ഞാൻ അത്രയൊന്നും അതിനകത്ത് പറഞ്ഞിട്ടില്ല. പിന്നെ ഇങ്ങനെ ഒരു പഠനം ഈ പരിമല പുണ്യവാളൻ ഉൾപ്പെടെയുള്ളവരെ കുറിച്ച് മലങ്കര സഭയിൽ ഉണ്ടായതായി അറിവില്ല. അതുകൂടെ ഞാൻ അവരോട് പറഞ്ഞ് അവരെ വിശ്വസിപ്പിച്ചു. എൻ്റെ സഭയിൽ ഇങ്ങനെ ഒരു പഠനം ഈ തരത്തിലുള്ള ആളുകളെ കുറിച്ച് ഉണ്ടായിട്ടില്ല. അത് അവർക്ക് ശിക്ഷ പിടിച്ചു, അതായിക്കോളെ പറ്റും. അപ്പം അതുകൊണ്ടൊരു തുടക്കമിടാമെന്ന് ഞാനും കരുതി. ഒരു ചെറിയ കോൺട്രിബ്യൂഷൻ ആവട്ടെ, ഫോർ മൈ ചേർച്ച് എന്നൊരു ആഗ്രഹം എൻ്റെ മനസ്സിൽ അങ്ങനെ വന്നതുകൊണ്ടാണ് ഈ വഴിക്ക് ഞാൻ തിരിഞ്ഞത്. ആധാരമായി ചില കാര്യങ്ങൾ ഞാൻ പറയാം. എനിക്ക് മിസ്റ്റിസിസം നിർവചിക്കാനൊന്നും അറിയില്ല, നമുക്ക് സാധാരണ മിസ്റ്റേക്ക്. പിന്നെ ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ അറിഞ്ഞും പലപ്പോഴൊക്കെ മനസ്സിലിങ്ങനെ തിങ്ങി വരുന്ന കാര്യങ്ങളൊക്കെ മാത്രമേ ഉള്ളൂ. എഴുതിയിടാൻ തക്ക പോലെ അറിയില്ല, ശ്രമിച്ചുകൊണ്ടിരിക്കും. അടിസ്ഥാനപരമായി പറഞ്ഞാൽ നമ്മൾ അറിയാത്ത വലിയ കാര്യങ്ങളൊന്നും ഇതിനകത്തില്ല. ഒന്ന്, ഈ വടക്ക് പോയി നമ്മൾ കാശിയിലോ ബദ്രിനാഥിലൊക്കെ ചെന്നാൽ ആരുടെയെങ്കിലും ഒരു ശിഷ്യസ്ഥാനമൊക്കെ നമുക്ക് കിട്ടിയാൽ ഒന്നാമതായി വരാവുന്ന ഒരു ചോദ്യം ഇതാണ്, വാട്ട് ഈസ് യുവർ ഗാഡ് എക്സ്പീരിയൻസ്? ഊട്ടി അവിടെ അടുത്ത് താമസിച്ചിരുന്ന സന്യാസിന്റെ അദ്ദേഹത്തിൻ്റെ ഞാൻ പറഞ്ഞു,
യതി യതി നിത്യ ചൈതന്യ യതി അദ്ദേഹത്തിൻ്റെ പുസ്തകമൊക്കെ വായിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ ഞങ്ങൾ തിരുവനന്തപുരത്ത് വിളിച്ചുകൊണ്ട് വന്നു, പല മീറ്റിങ്ങിലും ക്ഷണിച്ചിട്ടുണ്ട് യതിയെ. അപ്പോൾ യതി ഒത്തിരി കഥകൾ വരുമ്പോൾ കേട്ട് ഇങ്ങനെ അന്തിച്ചിരിക്കുക കേട്ടിട്ട്. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഒരിക്കൽ ക്രൈസ്റ്റിൻ്റെ ചിത്രം ഇങ്ങനെ പെയിൻറ് ചെയ്തുകൊണ്ടിരിക്കുക, ചൂട് കാലമായപ്പോൾ ഞാനിങ്ങനെ വെള്ളം കോരി ദേഹത്ത് ഒഴിച്ചുകൊണ്ടാണ് പെയിൻറ് ചെയ്യുന്നത്. ആ ഇടയ്ക്ക് എനിക്ക് പനി വന്നു. ഞാൻ എൻ്റെ ബെഡിൽ കിടക്കുക, പനി പിടിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോഴും ആ ബെഡിൻ്റെ മൂല ഒന്ന് താന്നു. ഞാൻ വിചാരിച്ചു ആരടാ ഈ പണിക്കാരൻ്റെ ബെഡിൽ. ഞാൻ നോക്കിയപ്പോൾ ഞാൻ ആരുടെ രൂപമാണ് പെയിൻറ് ചെയ്തത് അദ്ദേഹത്തിന് കണ്ടത്. അത് ഈസ് നോട്ട് എ ക്രിസ്ത്യൻ. ഞങ്ങളിത് വീർപ്പടക്കി തിരുവനന്തപുരം YWCA ഓഡിറ്റോറിയത്തിൽ നടന്ന കാര്യം പറയുന്നതിന് മുമ്പ്. പിന്നെ അദ്ദേഹം പറഞ്ഞു, ഒരു ദിവസം മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ കണ്ടു, ഞാൻ ആരുടെയാണോ ആ പെയിൻറ് ചെയ്ത് അദ്ദേഹം മഴയത്തോടെ നടന്നു എന്ന് ഞാൻ കണ്ടു. എങ്ങനെയായി ഗാഡ് എക്സ്പീരിയൻസിനെ നിർവചിക്കാനൊന്നും എനിക്കറിയില്ല. പക്ഷേ അടിസ്ഥാനപരമായി വി സ്റ്റാർട്ട് Mysticism starts with the God experience. അത് ഒരു ദിവസം കൊണ്ടെങ്കിൽ പെട്ടെന്നുണ്ടായിരുന്നില്ല. അതിങ്ങനെ ഗ്രോത്താണ്. സോപാന പോലെ തന്നെ പടികൾ കയറി മുകളിലേക്ക് അനന്തമായി യാത്ര ചെയ്യേണ്ട ഒരു സംവിധാനത്തിലാണ്. അതിനെയാണ് മിസ്റ്റിസിസം എന്ന് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. ഒരു ഫിനിഷ്ഡ് സ്റ്റേറ്റ് അല്ല, അത് വളർച്ചയുടെ തുടർന്നുള്ള അനന്തമായ വളർച്ചയുടെ ഭാഗമായിരിക്കും. ഗോഡ് എക്സ്പീരിയൻസ് ആണ് മനുഷ്യ മനസ്സിന്, മനുഷ്യൻ്റെ പ്രാണന്, ആത്മാവിന് ഈശ്വരനുമായി സംവേദിക്കുക. കമ്മ്യൂണിയൻ എന്നൊരു വാക്കുണ്ട്, യൂണിയൻ എന്നൊരു വാക്കുമുണ്ടല്ലോ. തുടക്കം കമ്മ്യൂണിയനിലായിരിക്കാം, ചെന്ന് നിൽക്കുന്നത് യൂണിയനിലായിരിക്കും. മിസ്റ്റിസിസം എന്നത് ഉന്നം വയ്ക്കുന്നത് ഈ യൂണിയനെയാണ്. ഇത് പല മതങ്ങളിലും യോഗ എന്ന് പറയുന്നത് തന്നെ അതാണ്, യോജിക്കുന്നതാണല്ലോ യോഗ. യോഗാത്മകം ആണല്ലോ മിസ്റ്റിക് എന്ന് പറയുന്നത്. ഇപ്പോൾ കേവലം കമ്മ്യൂണിയൻ എന്ന പദമല്ല, യൂണിയൻ എന്നത് തന്നെ ഉപയോഗിക്കുന്നു. അവിടെ ഈശ്വരൻ നമ്മുടെ ചിന്തയുടെ ഒരു അന്വേഷണത്തിൻ്റെ ഒരു ഓബ്ജക്റ്റ് അല്ല. സാധാരണ പറയുന്ന ദി ഓബ്ജക്റ്റ് ഓഫ് ആൻ എൻക്വയറി, ബട്ട് ദ സബ്ജക്റ്റീവ് എക്സ്പീരിയൻസ് എന്ന് പറയും മിസ്റ്റിസിസത്തെക്കുറിച്ച്. കേവലം ബുദ്ധി കൊണ്ടുള്ള ഒരു അന്വേഷണമല്ല ഇവിടെ പ്രസക്തമായി വരിക. മനസ്സിൽ അന്വേഷണമുണ്ട്, എന്നാൽ മനസ്സിൽ പരിണാമമുണ്ടാകുന്നുണ്ട്. പ്രവർത്തിക്കുന്നത് ഈശ്വര സാന്നിധ്യം തന്നെയാണ്. ഈ മിറക്കിളിനേക്കാൾ ഞങ്ങൾ സെമിനാരിയിൽ പഠിക്കുമ്പോഴല്ല പുറത്താണ്. അപ്പം ഞങ്ങളുടെ പ്രൊഫസർ ചോദിച്ചത് ഇതാണ്, ഞങ്ങളെല്ലാം ഇങ്ങനെ നോക്കി അവിടെ ഇരുന്നു. What do you say about habitual presence? ഇതാ ചോദിച്ച ആളെ കഴിഞ്ഞ നവംബറിൽ മരിച്ചുപോയി. ഇറ്റ്സ് എ വെരി റിലീജിയസ് ഒരു മിസ്റ്റേക്ക് എന്ന് പറയാം. What do you say about habitual experience? Habitual presence. Experience അല്ല, habitual presence. അന്നാണ് ഇത് രണ്ടും കൂടെ ചേർത്ത് ആദ്യമായിട്ട് കേൾക്കുന്നത്. ഹാബിച്വൽ പ്രസൻസ്. അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു, ഈശ്വര സാന്നിധ്യം നിങ്ങളുടെ ഉള്ളിൽ നിരന്തരമായി നിങ്ങൾ അനുഭവിച്ച് ആശ്ലേഷിക്കുമെങ്കിൽ, അതൊരു ഹാബിറ്റായി മാറുമെങ്കിൽ അതാണ് ഏത് മിറക്കിളിനേക്കാളും ശക്തമായത്. When your knowledge, your experience of your God becomes a living presence, it becomes a habit. അങ്ങനെ വന്നാൽ ആൾ തന്നെ മാറിപ്പോകുമെന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം കേവലം ഒരു ബൗദ്ധിക ലെവലിലാണ് പറഞ്ഞത് എനിക്ക് തോന്നുന്നില്ല. ഉടൻ തന്നെ ഞങ്ങളോട് ചോദിച്ചു, what do you think, what do you say about habitual presence? ഇത് ഈ മിസ്റ്റിക്കൽ കാര്യത്തിൽ ഏറെ പ്രസക്തമായി വരുന്നതാണ് ഈ ഹാബിച്വൽ പ്രസൻസ് എന്ന് പറയാം. ഞാൻ ഈ സ്റ്റഡിയിൽ അതുകൂടെ ചേർത്തിട്ടുണ്ട്. ഇപ്പം നിർവചിക്കാൻ അത്ര എളുപ്പമല്ലതല്ല എന്ന് ഞാൻ പറഞ്ഞുവെങ്കിലും continuing awareness of the presence of God, the transcendent, അത് കേവലം കുറച്ച് നേരത്തേക്ക് ഇരിക്കുന്ന നിരന്തരമായി നിർത്തിക്കൊണ്ടിരിക്കാൻ നമ്മളെ സാധിക്കുന്ന പരിശ്രമിച്ചുകൊണ്ടിരിക്കും. ഉദാഹരണം ഞാൻ കേട്ടിട്ടുള്ളത് സ്വർഗസ്ഥനാകുകയാവേ എന്ന് തുടങ്ങി, അത് അവസാനിക്കുന്നതിനെ ഒരുപോലെ കോൺഷ്യസ് മൈൻഡ് നിൽക്കുമോ?
ഇത്രയേ ഉള്ളൂ കർത്താവ് അടുപ്പിച്ച പ്രാർത്ഥന. അത് കാര്യമായി ആരംഭിച്ചു. തീരുന്നവരെ ഒരുപോലെ പരസാന്നിധ്യത്തോടുകൂടെ നിൽക്കാൻ സാധിക്കുമോ? അപ്പോൾ ഹാബിച്വൽ പ്രസൻസ് എന്നത് ഇപ്പോൾ 24 മണിക്കൂറൊക്കെ നിൽക്കുമെന്ന് ചോദിച്ചാൽ പ്രയാസമായിരിക്കും. പക്ഷേ നഷ്ടപ്പെട്ടതിലേക്ക് തിരിച്ചു വരാം, പിന്നെയും പിടിക്കാം. അതിന് ഇങ്ങനെ ഒരു ഹാബിറ്റ് ആകാം. പൂർവാശ്രമം മറക്കുന്നത് എന്തിനാണെന്നുള്ള ചോദ്യത്തിന് മറുപടി എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ കുറേ തെളിഞ്ഞു വരുന്നുണ്ട് ഇത് വായിച്ച വഴി, ഇത് പറഞ്ഞു വരുന്ന വഴി. A direct, intimate consciousness of the divine presence. ഒരുപാട് നിർവചനങ്ങളുണ്ട്. ഞാൻ എല്ലാവരും കുറച്ചെടുത്തിട്ട് കുറിവാക്കി എഴുതിയിട്ടുണ്ട്. A direct, intimate consciousness of the divine presence. ഇതിൻ്റെ വ്യാഖ്യാനം പ്രത്യേകിച്ച് ഈ ഓർത്തഡോക്സ് കിഴക്കൻ പാരമ്പര്യമുള്ളവർ പറയുക, എല്ലാ ഈശ്വര കൽപ്പനകളും കൂടെ രണ്ടിനകത്ത് അടങ്ങുമെന്ന് യേശുക്രിസ്തു പഠിപ്പിച്ചില്ലേ? ഒരു മിസ്റ്റിക് ആണെങ്കിൽ ഈ 2 കാര്യം ചെയ്തിരിക്കും. നിബന്ധന കൂടാതെ ലവ് ഓഫ് ഗോഡ്, ലവ് ഓഫ് ഹ്യൂമൻ ബീയിങ്സ്. ഒരു മിറക്കിളിനല്ല പോവുക. യഥാർത്ഥത്തിൽ മിസ്റ്റിക് ആയിരിക്കുന്ന ആളിനെ തിരിച്ചറിയാനുള്ള ഐഡന്റിഫൈയിങ് മാർക്സ്, ലവ് ഓഫ് ഗോഡ് ആൻഡ് ലവ് ഓഫ് ഹ്യൂമൻസ്. ഇത് വളരെ അങ്ങ് ലളിതമാക്കുകയാണോ എന്ന് ചിന്തിച്ച് കളയരുത്. അത്ര എളുപ്പമുള്ള കാര്യമല്ല ഇത്. ഇതിനെക്കുറിച്ച് നമുക്ക് പ്രസംഗിക്കാം, ലേഖനങ്ങൾ ചമയ്ക്കാം, ആർഗ്യുമെന്റ്സ് ആകാം. പക്ഷേ ലളിതമെന്ന് പ്രഥമ ശ്രവണത്തിൽ തോന്നുന്ന ഈ കാര്യം നടപ്പിലാക്കാൻ അല്പം ബുദ്ധിമുട്ടാണ്. ലവ് ഓഫ് ഗോഡ് ആൻഡ് ലവ് ഓഫ് ഹ്യൂമൻ ബീയിങ്സ്. ഇത് പൂർണ്ണ അളവിലും ഒരു കണ്ടീഷനും വെക്കാതെ പുറത്തു വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കും. എല്ലാ വാഗ്ദാനത്തിന് വേണ്ടി അത്രയധികം നമ്മൾ മനസ്സിൽ വരിക. ഇവിടെ സമാധിയായിരിക്കുന്ന പിതാവിനെ ഓർക്കുക. ഇതുപോലെ ചില വഴി കൂടെ അവർ നല്ലവണ്ണം നിരന്തരമായി സഞ്ചരിച്ചു. അതാണ് വാഗ്ധോരണിയല്ല, അവർ വലിയ മേധാശക്തിയുമല്ല. ഈശ്വര സ്നേഹവും നിബന്ധന വെക്കാത്ത മനുഷ്യ സ്നേഹവും, മനുഷ്യനോടും പ്രകൃതിയോടും ജന്തുക്കളോടും എല്ലാം. അവിടെ അതിരില്ലാത്തതാണ് ഇതെല്ലാം. ഇതാണ് യഥാർത്ഥത്തിൽ മിസ്റ്റിസിസത്തിൻ്റെ പ്രകടനമായി, മാനിഫെസ്റ്റേഷനായി കിഴക്കൻ ചിന്തയിൽ, പൗരസ്ത്യ ഓർത്തഡോക്സ് ചിന്തയിൽ തെളിഞ്ഞു വന്നിട്ടുള്ളത്. അതിന് ഇത്രയൊക്കെ ആണെങ്കിൽ അതിന് ചില മാർഗങ്ങൾ, സോപാനം വേണമെങ്കിൽ കുറേ പടികൾ കയറണമല്ലോ. പല ചിന്തയിലും പാശ്ചാത്യ പൗരസ്ത്യ ചിന്തയിൽ വന്നത് പ്യൂരിഫിക്കേഷൻ ഓഫ് ദ മൈൻഡ്, പ്യൂരിഫിക്കേഷൻ ഓഫ് ദ സോൾ, കഴുകൽ, പ്രക്ഷാളനം ആവശ്യമായിരിക്കുന്നു. എങ്കിലേ ഈ സോപാനം കയറാൻ സാധ്യമാകും. ഇത് പെട്ടെന്ന് ഞാൻ മിസ്റ്റിക് ചിന്തയാകാൻ അടച്ചിട്ടുണ്ട്. ചിന്തയിൽ യഥാർത്ഥത്തിൽ ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനസ്സ്, സംസ്കൃതമായിക്കൊണ്ടിരിക്കുന്ന, അകളങ്കിതമായിക്കൊണ്ടിരിക്കുന്ന ഒരു മനസ്സ്, അതിൻ്റെ മുമ്പിൽ ഉദയമുണ്ടാകും. ഞാൻ വളരെ അന്തിച്ചു. കഴിഞ്ഞ ആഴ്ചയിൽ വേറെ നാൾ പോലെ പറയില്ല. ഞാൻ ഒരു സന്യസ്തനോടാ അദ്ദേഹം പറഞ്ഞാൽ തന്നെയായിരുന്നു പ്രാർത്ഥനാ സമയം കഴിഞ്ഞ ഇവിടെ ഇരിക്കുകയൊക്കെ തന്നെ ഇരുന്നിട്ട് ഒരിക്കലും ഉണ്ടായി. ഗ്രേറ്റ് ലൈറ്റ് ഇൻ മൈ റൂം. കഴിഞ്ഞ ആഴ്ച കേട്ടത് വലിയൊരു പ്രകാശം എൻ്റെ മുറിയിൽ കണ്ടുവന്നപ്പോൾ ഞാൻ ഒത്തിരി ചിന്തിച്ചു. ഞാൻ എൻ്റെ ചിന്തയിൽ ഞാൻ പറഞ്ഞു കൊടുത്തു. ഇതിനെ അൺക്രിയേറ്റഡ് ലൈറ്റ് എന്നൊക്കെ വിളിക്കും, ടാബോറിക് ലൈറ്റ് എന്നൊക്കെ വിളിക്കും എന്നൊക്കെ പറഞ്ഞു. ഇതായിട്ട് ബന്ധപ്പെട്ട ഒന്നാണിത്. പക്ഷെ ആരും വിളിച്ചു പറയാറില്ലെന്ന് മാത്രം. നമ്മൾ അറിയുന്ന സെയിൻലി ആയിട്ടുള്ളവർ ഈ 3 പേരുടെ കാര്യത്തിൽ എനിക്ക് ഉറപ്പിച്ചും പറയാം. ഈ പ്രകാശം, ആ പ്രകാശം സ്നേഹത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും ആണ്. ഈ പ്രകാശം അത് മനുഷ്യരുണ്ടാക്കുന്നതിനെയാണ് അസൃഷ്ട അൺക്രിയേറ്റഡ് ലൈറ്റ് എന്ന് വിളിക്കുക. ഇതും ഇതിൻ്റെ ഒരു മാനിഫെസ്റ്റേഷനായി തന്നെ കാണുന്നു. ക്രൈസ്തവ ചിന്തയിൽ സെയിന്റ് പോളിൻ്റെ എഴുത്തിൽ നിന്നൂടെ എന്താണ് രഹസ്യം? റോസോ എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവാണ് രഹസ്യം, യേശുക്രിസ്തുവാണ് മിസ്റ്ററി എന്നൊക്കെയാണ് സെയിന്റ് പോളിൻ്റെ വാദഗതി പോവുക.
അപ്പോൾ ഞാൻ എൻ്റെ ഈ ആർഗ്യുമെൻറ്റിൽ കൂടെ തന്നെ സഞ്ചരിക്കാം. Too much importance need not be given to the manifestations of mystical experiences and states. യഥാർത്ഥത്തിൽ ഊന്നൽ കൊടുക്കേണ്ടത് ഒരാൾ സത്യമായി ഒരു ഈശ്വരദാസനായി, ഈശ്വരദാസൻ മനുഷ്യൻ്റെ ദാസനായി. മാർത്താണ്ഡവർമ്മൻ മഹാരാജാവ് അന്നത്തെ കൊച്ചു കൊച്ചു നാട്ടുരാജ്യമെല്ലാം പിടിച്ചിട്ട് വാള് കൊണ്ട് പത്മനാഭൻ്റെ നടയിൽ വെച്ച് അദ്ദേഹം പറഞ്ഞു, ഇതെല്ലാം സ്വാമിയുടെ അനുഗ്രഹം കൊണ്ടാണ്, എൻ്റെ വാളിൻ്റെ ബലമല്ല, സ്വാമിയുടെ അനുഗ്രഹം. ഉടവാൾ അവിടെ വെച്ച് ശ്രീ പത്മനാഭദാസ എന്ന് പേര് കൊണ്ടു. അപ്പോൾ യഥാർത്ഥത്തിൽ സത്യമായി ഈശ്വരനെയും മനുഷ്യനെയും പ്രകൃതിയെയും ജന്തുക്കളെയും സ്നേഹിച്ച് സേവിക്കുന്ന ആളാണ് മിസ്റ്റിക്. ഇപ്പം നമ്മൾ പറയുന്ന ഈ പിറക്കലിനേക്കാളൊക്കെ പ്രാധാന്യം കൊടുക്കേണ്ട അതാണ്. എവിടെയെങ്കിലും ഇത്തരത്തിലൊരു നാമ്പ് കണ്ടാൽ നമ്മുടെ മനസ്സിലെന്തോ ഒരു വെളിച്ചം കയറും. ഈശ്വരനെയും മനുഷ്യനെയും പ്രകൃതിയെ, അതിനകത്ത് ജന്തുക്കളും എല്ലാം കാണും. അവരെ എല്ലാം സ്നേഹിക്കുന്ന, അങ്ങനെയാണ് പാരഡൈസിക്കൽ ലാംഗ്വേജും ഒക്കെ വരിക. അവരുടെ ഭാഷ മനസ്സിലാകുമെന്നൊക്കെ പറയുന്നത് അങ്ങനെയാണ്. ഇത് അത്ര ഈസി ആയിട്ട് പെട്ടെന്നുണ്ടാകുന്നതിന് കാര്യം നിരന്തര സാധനയിലൂടെയാണ് ഇത്രയൊക്കെ ചെന്നെത്തേണ്ടത്. അതിന് പകരം വെക്കാൻ വേറൊന്നുമില്ല, തപസ്സും തന്നെ പറയണം. അത് പെടുന്നതിന് ഒരു വെള്ളമൊക്കെ വെച്ച് പാട്ട് പാടിയിട്ടൊന്നും ഉണ്ടാകുന്ന ഒരു സാധനമല്ല. ഒരുപാട് സംയമനവും സാധനയും. സാധകൻ ആയെങ്കിൽ ഒരടിയെങ്കിലും ഇതിൽ മുമ്പോട്ട് പോകാൻ ആകുകയുള്ളൂ എന്നാണ് തെളിച്ച് കണ്ട ഒരു സാധ്യത. ബോണവെഞ്ചൂറ എന്ന സെയിന്റ് ആണ് അദ്ദേഹം പ്രയോഗിച്ചിരിക്കുന്ന വാക്ക് ജേർണി ഇൻ ടു ഗാഡ്, ജേർണി ഓഫ് ദ സോൾ ഇൻ ടു ഗാഡ്. ഈശ്വരനിലേക്ക്, ഈശ്വരൻ്റെ സന്നിധാനത്തിലേക്കല്ല, ജേർണി ഓഫ് ദ സോൾ ഇൻ ടു ഗാഡ് എന്ന ഈ പ്രക്രിയയെക്കുറിച്ച് ബോണവെഞ്ചർ എഴുതി വായിക്കുന്ന ബോണവെഞ്ചൂറ എന്നായിരിക്കും. സന്യസ്തർക്ക് തന്നെ, മഹർഷിമാർക്ക് തന്നെ എന്തായിരുന്നു അവരുടെ ലക്ഷ്യം? മിസ്റ്റിക്സ് ആയിരുന്നവരുടെ ലക്ഷ്യം അസറ്റിസിസം ആയിരുന്നില്ല. The aim was not asceticism but God. ഈശ്വരനായിരുന്നു അവരുടെ ലക്ഷ്യം. അതിനുള്ള മാർഗം ചാരിറ്റി, സ്നേഹം എന്നുള്ള പരിഭാഷപ്പെടും. ഭൂതതയാണ് ആയിരുന്നു. കൂടുതൽ 8:30 തീരേണ്ടതുണ്ടായി. ഞാൻ വളരെ പെട്ടെന്ന് പറഞ്ഞു പോകാം. ഞാൻ യാത്ര ചെയ്തതിൽ ചില മേഖലകളൊക്കെ നിന്നു. നിങ്ങൾ സോപാനം കയറി വരുമ്പോൾ ഓരോ സ്റ്റെപ്പ് നിന്ന് ചെടിയെക്കുറിച്ചും മനുഷ്യരെക്കുറിച്ചൊക്കെ പറയുമെന്നൊക്കെ എന്നോട് പറഞ്ഞു. അപ്പം ഞാനും അങ്ങനെ സോപാനം കയറി നിന്ന ചില പോയിൻ്റൊക്കെ പറയാം. ഒന്ന്, പിതാക്കന്മാരുടെ പഠിപ്പിക്കലുകൾ, പറ്റിസ്റ്റിക് പെർസ്പെക്റ്റീവ്സ്. ഈ മിസ്റ്റിക്സിനെക്കുറിച്ച് പാശ്ചാത്യ പൗരസ്ത്യ ഗുരുക്കന്മാർ പറഞ്ഞതും എഴുതിയതും അതാണ് ഒരു സോപാനത്തിൻ്റെ പണിയിൽ നിന്നത്. പിന്നെ ഒന്ന്, മിസ്റ്റിസിസത്തെ കുറിച്ച് സൈക്കോളജി എന്ന് പറയുന്നു എന്നതും ശ്രദ്ധിച്ചു. ഞാൻ കുറച്ച് സൈക്കോളജി പഠിച്ചതുള്ളൂ, പണ്ട് പഠിപ്പിച്ചിട്ടുമുണ്ട്. മിസ്റ്റിക്സിനെ ഒരുപാട് വിമർശിക്കുന്ന ഒരു വിഭാഗമാണ് സൈക്കോളജിയിലെ ഒരു ഭാഗം. കിർക്കാർവർ പറയുന്നവരുണ്ട്. അതാണ് ഒരു സോപാനം. വേറൊന്ന് മോണസ്റ്റിസിസം ആൻഡ് മിസ്റ്റിസിസം, സന്യാസത്വവും യോഗാത്മതയും വളരെ അടുത്ത ബന്ധമുള്ളതാണ്. ഇടയ്ക്ക് ഞാൻ പറയാമെന്ന് പറഞ്ഞത്, മിസ്റ്റിക്കൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത് കുറേ സഞ്ചരിക്കുന്നവർക്കുണ്ടാകുന്ന ഒരു പ്രതിഭാസമാണ്. അത് മിക്കവാറും നിരന്തരമായി ഏകദേശം മനസ്സ് അങ്ങനെയാണ് ഉടയ്ക്കും. മിസ്റ്റിക്കൽ എക്സ്പീരിയൻസ് വന്നു പോയിരിക്കുന്നതാണ്. മിസ്റ്റിക്കൽ സ്റ്റേറ്റ് കുറേ കൂടെ സ്ഥായിയായിരിക്കും എന്ന് ഞാൻ പരാമർശിച്ചിട്ട് പോകും. ഇക്കൂട്ടത്തിൽ ഏറെ ശ്രദ്ധേയമായി വന്ന ഈ ഡെസേർട്ട് ഫാദർ അമ്മാസ് ആൻഡ് അബ്ബാസ് അവരെക്കുറിച്ചുള്ള വായനയായിരുന്നു. മരുഭൂമിയിൽ ജീവിച്ചിരുന്ന അവരിൽ നിന്നാണ് ഒത്തിരി, അവർക്ക് സാധാരണ മനുഷ്യരായ വലിയ വലിയ പണ്ഡിതന്മാരൊന്നും ആയിരുന്നില്ല ആദ്യകാല ഡെസേർട്ട് ഫാദേഴ്സ് ആൻഡ് മദേഴ്സ്. അവർ സംയമനം പഠിക്കുകയായിരുന്നു. അവരെ തന്നെ റൂൾ ചെയ്യാൻ പഠിക്കുകയായിരുന്നു അതേ സമയവും. വലിയ പരിശുദ്ധന്മാരായ ആളുകൾ ഉണ്ടായിട്ടുണ്ട്. അതിലൊന്നാണ് ഞാൻ പറഞ്ഞത്. ഞാൻ അവിടെ പാമ്പാടിയെ പറഞ്ഞില്ലേ, അർത്ഥികൾ വന്ന് ചോദിക്കും,
കർത്താവേ ഒരു വാക്കൊന്ന് അരുളി ചെയ്യണമെന്ന് പറഞ്ഞാൽ അവർ ഒരു വാക്കേ പറയുള്ളൂ. അത് നേരിട്ട് പോകും. അവിടെ പ്രസംഗമൊന്നുമില്ല. ഇറ്റ്സ് എ വേർഡ് ഇൻ എ റിലേ. ഒരു അപ്പനും മകനും പോലുള്ള ബന്ധമാണ് ഈ ഒരു മഹർഷിയും അർത്ഥിയും തമ്മിലുള്ളത്. ഒരു അച്ഛനും മകനും പോലെ അതൊരു റിലേഷൻഷിപ്പ്. അതിനകത്താണ് ഒരു വാക്ക് ചോദിക്കും, ഒരു വാക്ക് പറയും, അത്രേ ഉള്ളൂ. വലിയ ദീർഘമായ സംഭാഷണങ്ങളൊന്നും മരുഭൂമിയിൽ ദ ഡെസേർട്ട് ഈസ് ഇൻ യുവർ ഹാർട്ട് എന്ന് പറയുമായിരുന്നു. മരുഭൂമി അവിടെയല്ല, നിങ്ങളുടെ ഉള്ളിലാണ് മരുഭൂമി. അപ്പം ടൗണിലിരിക്കുന്ന ആളും സന്യാസിയാകാം, അകത്ത് മരുഭൂമി ഉണ്ടെങ്കിൽ. മരുഭൂമിയിലിരിക്കുന്ന മനുഷ്യൻ്റെ മനസ്സിൽ ടൗണുണ്ടാകും, അത് അപകടവുമാണ്. അപ്പോൾ ഇവരിൽ നിന്ന് ഒരുപാട് പഠിക്കാൻ കിട്ടി, ഈ ഡെസേർട്ട് ഫാദേഴ്സ് ആൻഡ് മദേഴ്സ്. W.H. Auden കവിത, ഇൻ ദ ഡെസേർട്ട് ഓഫ് ദ ഹാർട്ട് let the healing fountain start എന്ന് എഴുതിയ W.H. Auden. In the desert of the heart let the healing fountain start. Light from the world എന്നൊരു പ്രയോഗം ഞാൻ നടത്തിയത്. ഈ 3 പേരെ കുറിച്ച് പഠിക്കുന്നതിൽ ഏതാനും മാനദണ്ഡങ്ങൾ ഉണ്ടാക്കാണ്. തീസിസ് ആയതുകൊണ്ട് മാനദണ്ഡങ്ങൾ ഉണ്ടാക്കേണ്ടി വന്നു. അതിന് ഞാൻ തന്നെ ഉണ്ടാക്കിയതല്ല, എൻ്റെ മോഡറേറ്ററുമായിട്ട് ചർച്ച ചെയ്ത് 6 മാനദണ്ഡങ്ങൾ വെച്ചാണ് ഇവരെ 3 പേരെയും പഠിച്ചത്. ആ മാനദണ്ഡങ്ങൾ ഇങ്ങനെ: 1, ഇനീഷ്യൽ പ്രിപ്പറേഷൻ, 3 പേരുടെയും കാര്യത്തിൽ തുടക്കം. 2, ഗ്രോത്ത്, വളർച്ച. 3, മിസ്റ്റിക് എക്സ്പീരിയൻസസ്, അവരുടെ. 4, തയോസിസ് ആൻഡ് വിഷൻ ഓഫ് ദി അൺക്രിയേറ്റഡ് ലൈറ്റ്. അതൊന്നിച്ചാണ് എടുത്തത്. തയോസിസ് ആൻഡ് ദ വിഷൻ ഓഫ് ദി അൺക്രിയേറ്റഡ് ലൈറ്റ്. 5ാമത്തേത് പ്രയർ ലൈഫ്, ഹാബിച്വൽ പ്രസൻസ് ആൻഡ് കോൺടെംപ്ലേഷൻ. അതൊന്നിച്ചെടുത്തു. ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ഈ പഠനവിധേയരാക്കി 3 പേരെ വളരെ സമ്പന്നരായിരുന്നു ഈ കാര്യത്തിലൊക്കെ. പ്രയർ, ഹാബിച്വൽ പ്രസൻസ് ആൻഡ് കോൺടെംപ്ലേഷൻ. നമ്മൾ അറിയാത്ത ഒരു മുഖം ഇവർക്കൊക്കെ ഞാൻ കണ്ടു. നമ്മൾ വായിച്ചറിഞ്ഞതോ കണ്ടറിഞ്ഞതോ അല്ലാത്ത ഒരു ഭാഗം ഈ 3 പേരിലും മറ്റുള്ളവരിലും ഉണ്ട്. ഞാൻ നന്നായി കണ്ടു. നമ്മൾ അറിയാത്ത വലിയ ആഴമുള്ള ഒരു ഭാഗം അവരുടെ പ്രാണനുണ്ട്, അവരുടെ ജീവിതത്തിനും സ്വഭാവത്തിനുമുണ്ട്. അത് അധികം പേരും അറിഞ്ഞിട്ടില്ല. അതിനെക്കുറിച്ചാണ് നമ്മൾ പറയേണ്ടി വരിക. 6ാമത്തേത് അൺകണ്ടീഷണൽ ലവ് ഫോർ ഓൾ, നിബന്ധന കൂടാത്ത സ്നേഹം എല്ലാവരോടും എല്ലാറ്റിനും. ഈ 6 പാരാമീറ്റേഴ്സ് എന്ന് ഞാൻ എഴുതി. ഇനീഷ്യൽ പ്രിപ്പറേഷൻ, ഗ്രോത്ത്, മിസ്റ്റിക്കൽ എക്സ്പീരിയൻസ്, തയോസിസ് ആൻഡ് ദ വിഷൻ ഓഫ് ദി അൺക്രിയേറ്റഡ് ലൈറ്റ്, prayer life, habitual presence and contemplation, and last, unconditional love for all. ഇത് വെച്ചുകൊണ്ടാണ് ഇവരെല്ലാവരെയും സ്റ്റഡി ചെയ്യാനായിട്ട് ശ്രമിച്ചത്. ഒരു പരിധി വരെ നടന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ആയിടെയാണ് ഈ നൗഷാദിൻ്റെ കഥ കേട്ടില്ലേ. അപ്പോൾ എന്താണ് ആത്മീയത എന്ന് ഇങ്ങനെ മനസ്സിലിങ്ങനെ ചിന്തിച്ചു പോയി. അപ്പോൾ അച്ഛൻ്റെ ആർട്ടിക്കിൾസൊക്കെ അച്ഛനെ കോടിയില്ല, ഇതിൽ എവിടെയോ അച്ഛൻ്റെ ഒരു ലേഖനത്തിൽ. നൗഷാദ് എന്താ ചെയ്യും? നമ്മൾ എങ്ങനെയാണ് ആത്മീയതയെ നിർവചിക്കുക? അയാൾ മിസ്റ്റിക്കൊന്നുമല്ലായിരിക്കും. പക്ഷേ ചില മനുഷ്യർ മരിച്ചുകൊണ്ടിരിക്കുന്നു, അവരുടേതല്ലാത്ത കാരണങ്ങളാൽ എന്ന് കണ്ട് ആ കുഴിയിലേക്ക് എടുത്തിയാടുന്നതാണ്. മാൻഹോൾ ഈസ് ജമ്പിങ് ഇൻ ദ മാൻഹോൾ ഓഫ് മിസ്റ്റിസിസം, ദ മാൻഹോൾ ഓഫ് ലവ്. എന്താ വിളിക്കേണ്ടത്? നൗഷാദിന്റെ പ്രവൃത്തി ആരൊക്കെയോ അങ്ങനെ എങ്ങനെയൊക്കെ പറഞ്ഞതിരിക്കട്ടെ. പക്ഷേ നമ്മൾ അതിനെ വിളിക്കുമോ യഥാർത്ഥ ഒരു ആത്മീയതയുടെ മുഖമെന്ന്? അവിടെ നമ്മൾ നോക്കുന്ന മഹർഷിത്വമൊന്നും കാണുന്നില്ലായിരിക്കാം. പക്ഷേ അത് വെളിയിൽ കണ്ടത് ഇങ്ങനെയാണ്. യഥാർത്ഥ സ്നേഹത്തിൽ സ്വന്തം ജീവൻ ബലിയായിപ്പോയി. നമ്മൾ ആത്മീയതയുടെ നിർവചനം തേടിപ്പോകുമ്പോൾ കൈ കിട്ടുന്ന ഒരു കല്ലായിരുന്നു നൗഷാദ്. വളരെ ആദർശികമായി പറഞ്ഞതേ ഉള്ളൂ. ആദ്യത്തെ ആൾ സെന്റ് ഗ്രിഗോറിയോസ് ഓഫ് പരമല,
ഈ 6 പാരാമീറ്റേഴ്സ് വെച്ച് അളന്നു. അദ്ദേഹം എല്ലാത്തിനും ഗ്രാജുവേറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഇനിഷ്യൽ പ്രിപ്പറേഷൻ മുതൽ അൺകണ്ടീഷണൽ ലവ് ഫോർ ഓൾ മൊത്തം എടുത്തിട്ടും എല്ലാത്തിനും ഇഷ്ടംപോലെ വക കിട്ടി. അദ്ദേഹം ഒന്നും എഴുതിയിട്ടില്ല. അദ്ദേഹത്തെ കുറിച്ച് ധാരാളം എഴുതിയിട്ടുണ്ട്. അതാണ് കിട്ടിയതിൽ അധിക പങ്കും. രണ്ടാമത്തെ ആളിനെ കുറിച്ചും അങ്ങനെ തന്നെ. അദ്ദേഹവും ഈ വഴിക്കൊന്നും എഴുതിയിട്ടില്ല. രഹസ്യപ്രാർത്ഥന പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഈ ദശഭാവേഴ്സിനെ കുറിച്ച് ചില കാര്യങ്ങൾ അദ്ദേഹം പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. എന്നല്ലാതെ ഈ വഴിക്ക് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ഒരു അക്ഷരം പോലും എഴുതിയിട്ടില്ല. മൂന്നാമത്തെ ആളിനെ ഞാൻ സമീപിക്കാൻ കാരണം, ജീവിച്ചിരിക്കുകയാണല്ലോ, ഇത് എന്താ ഈ പ്രതിഭാസം എന്ന് പറയുമെങ്കിൽ എന്ന് വിചാരിച്ചാണ് അവരുടെ അക്ഷരം പോയത്. ഞാൻ കണ്ട കാര്യം പറയാം. ഞാൻ അതിനെക്കുറിച്ചൊന്നും ജഡ്ജ്മെൻറ്റ് പറയാൻ എനിക്ക് ഉള്ള യോഗ്യതയില്ല, താടിയില്ല. ഐ ആം നോട്ട് ദ വൺ ടു ജഡ്ജ്. ഇപ്പോഴത്തെ പോലല്ലോ ഹൂ ആം ഐ ടു ജഡ്ജ്. ഈ ലെസ്ബിയൻ പ്രോബ്ലം ഒക്കെ വന്നു കഴിഞ്ഞാൽ ഫ്രാൻസിസ് അവരെ മുടക്കണം, തട്ടണം, കൊല്ലണം എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു ഹൂ ആം ഐ ടു ജഡ്ജ് എന്ന് പറഞ്ഞാൽ വലിയ പ്രശസ്തമായിട്ട് വന്നൊരു വാചകം. ഇപ്പോൾ ഈ സ്റ്റിഗ്മാറ്റായിരുന്നു ഞാൻ കണ്ടത്. ഈ 2 കൈയിലും ഇങ്ങനെ ഇവിടെ രക്തമുടങ്ങിയ പാടുണ്ട്. നെറ്റിയിലും കണ്ടു, പാദത്തിൽ അതിൻ്റെ അടിയിൽ വശത്തായിട്ട് കണ്ടു. അപ്പം ഞാൻ പല പ്രാവശ്യം കൂടെ ഇരുന്ന് ഇങ്ങനെ ചോദിച്ചു. കുറേ സെഷൻസ് വേണ്ടി വന്നു. കാരണം ജീവിച്ചിരിക്കുന്നതുകൊണ്ട് വല്ല ഗുരു ആദ്യകാലം വെറുതെ ഞാൻ ചോദിച്ചു എന്തായി തുടക്കം. ഒരു സ്കൂളിൽ പോകുന്ന കാലം ആ കാലം മുതലുള്ള ഞാനതെല്ലാം കുറിച്ചെടുത്ത് അവർ പറഞ്ഞെടുക്കും. കുറിച്ചെടുത്ത് ഞാനത് വായിക്കും. ഇതെങ്ങനെയാണ് അനലൈസ് ചെയ്യാൻ. പഠിക്കുന്ന കാലം മുതലേ ഈ ഒരു പ്രാർത്ഥനാ ശീലമൊക്കെ ഉണ്ടായിരുന്നു. അവർക്ക് ഈ വിഷൻ ഓഫ് ലൈറ്റ് ഉണ്ടായിരുന്നു ചെറുപ്പത്തിൽ. ഈ പ്രകാശം അവർ പറഞ്ഞതാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ. ഞാൻ വിശ്വസിച്ചതൊന്നും ചോദിക്കരുത്, ഞാൻ അവസാനം പറയാം. അവർക്ക് ഈ പ്രകാശം കണ്ടുവരുന്നു. അവിടുന്ന് തുടങ്ങി ഇങ്ങോട്ട് പിന്നെ 20 വയസ്സിന് മുമ്പാണ് തോന്നുന്നത് ഈ സ്റ്റിഗ്മാറ്റ ഉണ്ടാകുന്നത്. ഇപ്പോഴെന്ന് അന്ന് മുതൽ 60 വർഷത്തിന് മേലായല്ലോ ഇത് സംഭവം നടന്നിട്ട്. ഇത് കിട്ടിയിട്ട് സെൻറ്റ് ഫ്രാൻസിസിന് കിട്ടിയാലും കേട്ടിട്ടുണ്ട്. വലിയ മാലാഖാവെന്തെങ്കിലും ചിലരെങ്ങനെ കുത്തുന്നതായിട്ട് ഇത് വന്ന് അടിച്ച് വീണ് ഇവിടെ എല്ലാം വീഴ്ചതെന്നൊക്കെ പറഞ്ഞു. ഈ 60 വർഷത്തിന് മേൽ അവർ പറഞ്ഞു. ഇപ്പോഴും കണ്ടു. ഞാൻ 2-3 പ്രാവശ്യം പോയി കാണുകയും ചെയ്തു. എല്ലാ ട്യൂസ്ഡേയ്സ് ആൻഡ് ഫ്രൈഡേയ്സ് ഉച്ചയാകുന്ന സമയത്ത് ഒരു 11:30 മുതൽ അവരിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അപ്പം ഞാൻ അവിടെ പോയിട്ട് താമസിച്ച് ഇതെന്താണെന്ന് അറിയാൻ വേണ്ടി കേട്ടിട്ടേ ഉള്ളൂ. അങ്ങനെ ഇരുന്നപ്പോൾ എല്ലാവരും കൂടെ ഓടി മുറിക്കകത്ത് കയറുന്നുണ്ട്. ഞാനും കയറി. അവിടെ ഒരു വേദനയും ശബ്ദമൊക്കെ കേട്ടു. ഒരു തറയിലാണ് അവരിങ്ങനെ കിടക്കുന്നു. വേദന ഭയങ്കര. പിന്നെ ഞാൻ ചോദിച്ചു, നേരത്തെ ഞാൻ പറഞ്ഞു ഇൻറ്റൻസ് എക്സ്ക്രൂഷിയേറ്റിംഗ് പെയിൻ എന്നാണ് പറഞ്ഞത്. ഭയങ്കര വേദന. ഇരിക്കാൻ മേല, കിടക്കാൻ മേല, താങ്ങുന്നു, എടുക്കുന്നു, വീശുന്നു. അവരിങ്ങനെ അയ്യോ ഞാൻ സഹിച്ചോളാം, ആരാധനയൊക്കെ കൈ കൂക്കുന്നതായിട്ടൊക്കെ ഞാൻ കണ്ടു. ഞാൻ ഏറ്റവും സഹിച്ചോളാമേ എന്നൊക്കെ പറയുന്നുണ്ട്. എന്നെ കർത്താവെ എന്നൊക്കെ വിളിക്കുന്നത് കേട്ടു. അതൊരു 20 മിനിറ്റ് നേരത്തേക്ക് ഇതിങ്ങനെ ഭയങ്കരമായ വേദന ആയിട്ട് വെളിയിൽ കണ്ടു. ഇതങ്ങോട്ട് കൂടി വന്നപ്പോഴാണ് ഇങ്ങനെ നെറ്റിയിൽ നിന്ന് ഉടുപ്പയിലോട്ട് ഇങ്ങനെ ബ്ലഡ് വീഴുന്നു ഞാൻ കണ്ടു. കയ്യിൽ ഇങ്ങനെ വെള്ളം വിടുന്നു, ബ്ലഡ് എടുക്കുന്നത് കണ്ടു. അപ്പോൾ ഇങ്ങനെ നിലത്ത് കിടന്ന് ഞാൻ നോക്കിയ കാലിനറ്റത്ത് അവിടെ ഇങ്ങനെ ബ്ലഡ് കൊടുക്കുന്നത് കണ്ടു. അങ്ങനെ 2-3 ദിവസം ഞാൻ പോയി വാച്ച് ചെയ്ത് എന്തായി നടക്കും. അപ്പോൾ ഒരു 20 മിനിറ്റ് നേരം ഈ വേദനയും ബ്ലീഡിങ് അങ്ങനെ ഒത്തിരി നേരമില്ല. ഇങ്ങനെ ബ്ലഡ് ഡ്രോപ്സ് വീഴുന്നത് കാണാം. അത് നിന്നു. ഒരു 20 മിനിറ്റ് കഴിഞ്ഞപ്പോഴും വേദന നിന്നിട്ട് അതിങ്ങനെ ഇങ്ങനെ കുരിശ് പോലെ ഞാൻ കിടന്നു. അപ്പോൾ ആരാണ്ട് ഒരു റമ്പാനോടെ അത് ഒരു കുരിശ് പോലെ കൈ കൊടുത്തു. അതിങ്ങനെ പിടിച്ചു. എന്നിട്ട് എന്തൊക്കെയോ ശബ്ദ പദങ്ങളൊക്കെ കേട്ടു. ആറാമായൊക്കെ അറിയാം, അബ്ബാന്നൊക്കെ കേട്ടു. അത് വ്യക്തമായിട്ട് അറിയാം. മലയാളം ഇംഗ്ലീഷും അല്ലാത്ത ചില വാക്കുകൾ പഠിച്ചതാണോ വായിച്ച് എനിക്കറിയാമെന്നില്ല. അവരത് കേട്ടതൊക്കെ അങ്ങനെ ചില വാക്കുകളൊക്കെ കേട്ടു. ഇംഗ്ലീഷിലും പറയുന്നു, മലയാളത്തിലും പറയുന്നു. എല്ലാവരും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അവിടെ അവരുടെ സ്ഥാപനത്തിന് വേണ്ടി, സഭയ്ക്ക് വേണ്ടി, എല്ലാവർക്കും വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുന്നു. പിന്നെ വെളിയിലുള്ള അവരുടെ ഒരു ആരാധകരുണ്ട് കാനഡയിലൊക്കെ. അവർ കുറച്ച് പേര് അവിടെ താമസിക്കുന്നുണ്ട്. അവരെയൊക്കെ പേരൊക്കെ പറഞ്ഞ് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു. കുറേ നേരം ഇങ്ങനെ അവരെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നത്. ഞാനിങ്ങനെ ഇങ്ങനെ കിടക്കുക. ഇവിടെ ഇങ്ങനെയുള്ള കണ്ടോണ്ട് ഞാൻ നിങ്ങളത് ഇങ്ങനെ ഇരിക്കും.
പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ ആരൊക്കെ അടുത്ത് ചെന്ന് എന്തൊക്കെ അവരുടെ പ്രയാസങ്ങളൊക്കെ പറയാം, വല്ല കൗൺസിലിംഗ് വല്ലതും ആണ് ഞാൻ വിചാരിച്ചു. അപ്പോൾ എന്താ രോഗമാണ് എന്നൊക്കെ പറയുന്നവർക്കൊക്കെ എന്തൊക്കെ മറുപടിയൊക്കെ കൊടുത്തു. ചിലർക്ക് ഹീലിംഗ് കിട്ടുന്നത് കേട്ടു. അതെന്തോ ഇരുന്നോട്ട് കേട്ടാൽ പറഞ്ഞു. ഇതൊരു 1 മണിക്കൂർ നേരത്തെ ഇങ്ങനെ നിന്നു. 1 മണിക്കൂർ കഴിഞ്ഞപ്പം ഞാനവിടെ ഇരിക്കുക. അപ്പോൾ ചോദിച്ചാൽ പിന്നെ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നോ? പിന്നെ ഉച്ച കഴിഞ്ഞ് എല്ലാം തെളിഞ്ഞ് ക്ഷീണമെല്ലാം മാറി ഞാൻ ചോദിച്ചു, എന്താ വാസ്തവത്തിൽ നടന്നത്? അപ്പോൾ അവർ പറഞ്ഞു, ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും, എനിക്കറിയാം. ചൊവ്വാഴ്ച രാവിലെ ചോദിച്ചു, ഇന്ന വേദന എടുക്കുന്ന ദിവസം അറിയാമോ? അറിയാം. എന്ത് തോന്നുന്നു? പ്രത്യേകിച്ച് ഒന്നും തോന്നുന്നില്ല. ദൈവം കണ്ടതാണ്, ഞാൻ സ്വീകരിച്ചോളാണ് പറഞ്ഞു. ഞാനൊന്ന് ചോട്ട് ചെയ്താൽ ചോദിച്ചാൽ ഇത് വേദനയ്ക്ക് തുടങ്ങും വേദന അറിയാമോ? അവിടെ റിയാക്ഷൻ ചോദിച്ചാൽ പറഞ്ഞു, എനിക്കറിയാം, വളരെ കൂളാണ്, ദൈവം തരുന്നതല്ല, ഞാൻ സ്വീകരിച്ചുകൊള്ളാം എന്ന് പറഞ്ഞു. 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ തെളിഞ്ഞതുപോലെ തോന്നി. അടുത്ത് നിൽക്കുന്നവരെയൊക്കെ തിരിച്ചറിഞ്ഞു. പിന്നീട് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു, വേദന ഇങ്ങനെ മൂത്ത് വരുമ്പോൾ പിന്നെ എനിക്ക് അറിയില്ല എന്താ ചുറ്റുപാടെന്നതൊക്കെ. അപ്പോൾ നമ്മുടെ ഭാഷയിൽ പറയുമായിരിക്കാം വേറൊരു എക്സ്റ്റാറ്റിക് എന്നൊക്കെ എന്തോ പറഞ്ഞ് ഞാൻ ആ വാക്കൊന്നും പ്രയോഗിക്കുന്നില്ല. മറ്റൊരു സ്ഥിതിയിലാണെന്ന് തോന്നുന്നു നമുക്ക്. അപ്പോൾ പിന്നെ അടുത്തൊന്നും അറിയില്ല, വേദന എങ്ങനെ കൂടിക്കൂടി വരുന്നത് മാത്രമേ ഉള്ളൂ. അങ്ങനെ കൂടി വരുമ്പോൾ ബ്ലഡ് ഇങ്ങനെ ഒഴുകുന്നതൊക്കെ അത് അവസാനം ഇങ്ങനെ ക്രൈസ്റ്റ് വന്നതിൻ്റെ തലയിൽ ഇങ്ങനെ ഒരു കുരിശ് വന്ന് തോടും. ചില ശരി പരിപാലത്തിൻ്റെ ഇങ്ങനെ കാണാമെന്നൊക്കെ അങ്ങനെ എൻ്റെ വേദനയൊക്കെ പോകും. അപ്പോൾ ശബ്ദം പകർന്ന് ഞാൻ ശ്രദ്ധിച്ചു. ഇവർ സംസാരിച്ച് തുടങ്ങുന്നുണ്ട്. സാധാരണയുള്ള സിസ്റ്റർ സൂസൻ ഗുരുവിയുടെ ശബ്ദമല്ല, അതുപോലെ ഇങ്ങനെ വലിയ മുഴങ്ങുന്ന പറവറാന്നുള്ള ശബ്ദത്തിൽ അബ്ബാ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ നോർമൽ ശബ്ദമല്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ ഇങ്ങനെ ശബ്ദമൊക്കെ പറഞ്ഞത്? എനിക്കറിയാം. അവിടെ ഒരു പതാമ എന്നോട് ഇവരെല്ലാം പറഞ്ഞു, കാരണയെന്ന് അവർ പറഞ്ഞു, എനിക്ക് പനി വന്ന സമയം ഞാൻ കാരണമായിരുന്നു. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ മദറിനെ അവിടെ വെച്ച് കണ്ടിക്കാൻ കേട്ട കാര്യമോ ഞാൻ അതൊക്കെ ജഡ്ജ് ചെയ്യുന്നില്ല, ഇങ്ങനെയൊക്കെ അവർ പറഞ്ഞു. അപ്പോൾ സിസ്റ്ററിനോട് ഞാൻ ഇങ്ങനെ പല ദിവസവും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരുന്നു. എന്തായത് അതെനിക്കറിയില്ല, ഭയങ്കര വേദനയാണെന്നറിയാം, പിന്നെ ഒന്നും കഴിക്കുന്നില്ല. ഞാൻ അവിടെ ശ്രദ്ധിച്ചു, കൂടെ ഉള്ളവരോടും ചോദിച്ചു. അതുപോലെ ആഹാരം എനിക്കൂടി ഇങ്ങനെ ഈ സ്റ്റിഗ്മാറ്റ ഉള്ളത് ഒരു 10-15 വർഷം മുമ്പ് 321 പേരുണ്ടായിരുന്നു. ഞാൻ കണക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് കണ്ടു. 320 പാതിരേബിയ എല്ലാം കൂടെ ചേർന്നാലും തമിഴ്നാട്ടിലൊരു കാതലിക് സിസ്റ്റർ ഉണ്ടെന്ന് കേട്ട് ഞാൻ കണ്ടില്ല സ്റ്റിഗ്മാറ്റ ഉള്ളത്. അപ്പോൾ ഇതിന് ഇങ്ങനെ ചില പൊതു ലക്ഷണങ്ങളുള്ളതായി ഞാൻ വായിച്ചറിഞ്ഞു. ചിലർക്ക് ഇങ്ങനെ ബ്ലഡ് പോകും, വേദന ഉണ്ടാകും, ചിലപ്പോൾ അത് നിന്ന് പോകും, കുറച്ചാൾ കഴിഞ്ഞ് വീണ്ടും തിരിച്ചു വരും. ഇങ്ങനെ എല്ലാവരുടെയും ഒരുപോലെ യൂണിഫോമല്ല ഈ സ്റ്റിഗ്മാറ്റ ഉള്ളത്. അപ്പോൾ ഇവർ പറഞ്ഞ് എനിക്ക് വേറെ അന്നേരം എനിക്കൊന്നും അറിയാം, ഈ കാര്യങ്ങളൊന്നും ഭൗതികമൊന്നും അറിഞ്ഞൂടെ, വേറെ തലത്തിലായിട്ട് ഈ വേദന അങ്ങനെ ഞങ്ങൾ ക്രൈസ്റ്റിനെ കാണുന്നതൊക്കെ ഉള്ളൂ. പിന്നെ എനിക്ക് ബോധം തെളിഞ്ഞത് ഇപ്പോഴാണ്. ഞാനിങ്ങനെ എന്താ വളരെ അറിയാൻ പറ്റും ഇതൊക്കെ ഇങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ നിന്ന് ഒരു തലത്തിലല്ല അവർ അപ്പോൾ എന്ന് തോന്നി. പിന്നെ ബ്ലേഡ് കൊണ്ടൊന്ന് മുറിച്ചതല്ല എന്നാണ് അത്. അങ്ങനെ ഞാനും കേട്ടിട്ടുണ്ട്, ഇവരെയാണൊക്കെ കത്തി വെച്ച് പൊടിക്കുന്നതാണ്, അത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇങ്ങനെ അത് ഞാൻ അങ്ങനെ കരുതുന്നില്ല. കാരണം ഞാൻ കുറേ ദിവസം ഇങ്ങനെ അവിടെ താമസിക്കും, കണ്ടുമൊക്കെ നോക്കി കണ്ടതായിരുന്നു. പിന്നെ അവരെക്കുറിച്ചുള്ള വാർത്തകളൊക്കെ വെളി വന്നൊക്കെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ ഇവിടെ പറയുന്നില്ല. എന്തായാലും ഇങ്ങനൊരു അസാധാരണ ഇതായതുകൊണ്ട് നമ്മുടെ ചർച്ച ഇതിനെ ഒത്തിരി കൊട്ടിഘോഷിക്കുന്ന ഒരു കാര്യമല്ല ഈ സ്റ്റിഗ്മാറ്റായത്. അതിന് ഗ്രേസ് എന്നുള്ള വലിയൊരു കാര്യമായിട്ട് സഭ വലുതായിട്ട് കാണിക്കാത്തത് നല്ലത്. അതിനൊരു വലിയ കാര്യമായിട്ടപ്പോഴത്തേക്ക് അത് തീർത്ഥാടന കേന്ദ്രമാക്കാനൊക്കെ പോകാഞ്ഞത് വളരെ നന്നായി. അത്രയും ഒരു കാര്യം നമ്മൾ ചെയ്യുന്നില്ലല്ലോ, ചെയ്യാൻ പാടില്ല. എങ്കിലും ഇങ്ങനെയൊരു പ്രതിഭാസം കണ്ടു. അപ്പോൾ ഇത് ബന്ധിക്കാമോ എന്ന് ഞാൻ നോക്കി. ദീർഘമായ ഇവരോട് സംസാരിച്ചാണ്. ഇത് കുറേ നാളായിട്ട് ഇങ്ങനെ നടക്കുന്നതാണ്. കൈൻഡ് ഓഫ് മിസ്റ്റിക് എക്സ്പീരിയൻസ്. അത് വളരെ കൂളായിട്ടാണ്, ഒരു എക്സൈറ്റഡ് അല്ല. ആഹാരം കഴിക്കുന്നില്ല, കരാഹാരം ഒന്ന് കഴിഞ്ഞാൽ ഇച്ചിരി ജ്യൂസൊക്കെ അടുത്തിരി കഴിക്കും, ബാക്കി എന്തെങ്കിലും കുടിച്ചാൽ ഛർദ്ദിക്കുന്നു. പോകാൻ ചോദിച്ചാൽ ഇത്രയും വെള്ളം കുടിക്കത്തില്ല. ഞാനിതെല്ലാം വാച്ച് ചെയ്യും, അത് ചോദിക്കുക മാത്രമല്ല, നമ്മൾ ഇങ്ങനെ എഴുതി വെക്കുന്നുണ്ട്, ഓരോ പറഞ്ഞു കേട്ടിരുന്നാലൊക്കെ ഇല്ലല്ലോ. അതുകൊണ്ട് അവരോട് കൂടുതൽ താമസിക്കുന്നവരോടൊക്കെ ഈ ദിവസങ്ങളോട് താമസിച്ച് വാച്ച് ചെയ്തൊക്കെയാണ് ഞാനിത് കുറിച്ച് വെച്ചത്. അപ്പോൾ ഞാൻ ഗൈഡിനോട് ചോദിച്ചു, പടങ്ങളോ ചിത്രമോ ഇവരുടെ വേദനയുടെ അങ്ങനെ ഫോട്ടോ എടുത്തൊന്നും വേണ്ടെന്ന്. ഫോട്ടോ എടുത്ത് ഞാൻ ചേർക്കണ്ട, കിട്ടിയ വിവരം ബ്ലാക്ക് ആൻഡ് വൈറ്റ് പ്രസൻറ്റ് ചെയ്തേക്കാൻ അങ്ങനെയാണ് ചെയ്തത്.
അപ്പോൾ ഈ 3 പേരെയാണ് എടുത്ത് സ്റ്റഡി ചെയ്തത്. 3ാമത്തെ ആൾ എടുക്കാൻ കാരണം ഞാൻ പറഞ്ഞു, അവരൊരു മിസ്റ്റിക് അനുഭവമുള്ള ആളാണെന്ന് തോന്നുന്നത് കൊണ്ടും സ്ത്രീ ആയതുകൊണ്ടും ജീവിച്ചിരിക്കുന്നത് കൊണ്ടും അവരുടെ വാക്കുകളും കിട്ടുമെന്ന് വിചാരിച്ചൊക്കെയാണ് അവരെ സെലക്ട് ചെയ്ത്. സമയം തീർന്നു എന്നെനിക്കറിയാം. ലവ് ഓഫ് ഗോഡ്, ലവ് ഓഫ് നെയ്ബർ എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഈ കാര്യത്തിലൂടെ മിസ്റ്റേക്സിനെ തിരിച്ചറിയാം. നമ്മൾ അറിയാത്ത മിസ്റ്റേക്സ് ഉണ്ട്. യഥാർത്ഥ മിസ്റ്റേക്സ് അവരങ്ങനെയാണെന്ന് ആരോടും പറയാറില്ല, അവരങ്ങനെ പ്രകടിപ്പിക്കുകയുമില്ല. പിന്നെ നമ്മൾ തിരിച്ചറിയണം അവരുടെ ലക്ഷണങ്ങൾ കൊണ്ട്. എൻ്റെ ആർഗ്യുമെൻറ്റ് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. മിറക്കിൾസ് അല്ല, എക്സ്റ്റസീസ് അല്ല. അങ്ങനെ ഒരു ലിസ്റ്റ് എടുത്താൽ ഒരുപാട് കാണും. അതിനെ നോൺ എസെൻഷ്യൽസ് ഓഫ് മിസ്റ്റിസിസം എന്നാണ് ഞാൻ വിളിച്ചത്. നോൺ എസെൻഷ്യൽ എലമെൻറ്റ്സ് ഓഫ് മിസ്റ്റിസിസം. യഥാർത്ഥത്തിലുള്ള എസെൻസ് ഉള്ള എസെൻഷ്യൽസിൻ്റെ കൂട്ടത്തിലാണ് റിയൽ യോഗാത്മക എക്സ്പീരിയൻസ് ആൻഡ് മിസ്റ്റിക്കൽ സ്റ്റേറ്റ്. എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് കൂടുതൽ സമയം കഴിഞ്ഞു പോയതുകൊണ്ട്. അപ്പോൾ ഇതായിരുന്നു ആർഗ്യുമെൻറ്റ്. അതിനെൻ്റെ ഫൈൻഡിങ്സിൻ്റെ കൂട്ടത്തിൽ തിയോസിസ് വരെ എഴുതി. ഇവരിലൊക്കെ ഇതിൻ്റെ കാണുന്നുണ്ട്. പ്രത്യേകിച്ച് ഓർത്തഡോക്സ് വീക്ഷണത്തിൽ ഈ ദൈവീകരണം എന്നത് കാര്യങ്ങൾ കാണുന്നതുകൊണ്ട് കേവലം ഒരു തിയറി അല്ല. അത് ഏത് മനുഷ്യനുമാണ്. അത് സന്യാസി ആയിരിക്കണമെന്നില്ല, വൈദികനായിരിക്കണമെന്നില്ല, ആരും ഒരു സ്ഥാനി ആയിരിക്കില്ല. കോമൺ. അതാണ് ഓർത്തഡോക്സിയുടെ മാധുര്യം. ഏത് മനുഷ്യനും എത്താവുന്നതാണ്. സ്വയം പരിശ്രമം കൊണ്ട് പരിശ്രമിക്കണം, പക്ഷേ ദൈവത്തിൻ്റെ ദാനമാണ് എന്നാണല്ലോ നാം വിശ്വസിക്കും. അങ്ങനെ ഈ 3 പേരെ കുറിച്ച് പഠിക്കാനൊരു അവസരം കിട്ടി. പഠിച്ചതെല്ലാം എഴുതി വെച്ചു. പിന്നെ ഡിഫൻസും ഒക്കെ കഴിഞ്ഞ് അവരും എന്നോട് ഒത്തിരി ചോദ്യമൊക്കെ ചോദിച്ചതിനെല്ലാം ഞാൻ മറുപടി പറഞ്ഞു. അതിന് നല്ല ഗ്രേഡൊക്കെ ഉണ്ടെന്നാണ്, A+ എന്നൊക്കെ ഉണ്ടെന്നാണ്. പിന്നെ പുസ്തകമായിട്ട് പബ്ലിഷ് ചെയ്യണം. അന്ന് ബഹുമാനപ്പെട്ട അച്ഛനതായിരുന്നു എന്നെ വിളിച്ചിരുന്നു. അച്ഛനും ബാംഗ്ലൂർ വരാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞു. വരാൻ പറ്റിയില്ല. അന്ന് മുതലായോ വെള്ളമെന്ന് പറഞ്ഞ് ഞാനിങ്ങനെ ഓർമ്മയെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ കുറേ കാലം കഴിയുമ്പോൾ മറന്നു പോയിട്ടൊക്കെ ചെയ്തത്. അപ്പം എന്നെ ഇവിടെ വിളിച്ചത് നന്ദി. എന്തെങ്കിലും ചോദിച്ചാൽ അറിയാവുന്നൊക്കെയാണ് ഈ പറയാം. എല്ലാവർക്കും തിരുമേനി, ബഹുമാനപ്പെട്ട KM ജോർജ് അച്ഛൻ, ഓർമ്മച്ചന്മാർ, ശ്രേഷ്ഠരായ വൈദികരെ, സഹോദരങ്ങളെ, കഴിഞ്ഞ ഒരു 1-1.25 മണിക്കൂറായി നമുക്ക് സാധാരണ കേട്ട് പരിചയമില്ലാത്ത ഒരു ലോകത്തിലൂടെ നമ്മെ നയിക്കുകയായിരുന്നു അഭിമന്യ ഐറേനിയസ് തിരുമേനി. വാസ്തവത്തിൽ സോപാന അക്കാഡമിയുടെ ലക്ഷ്യവും ഇത് തന്നെയാണ്. ഹൗ ടു മേക്ക് എ ബ്രിഡ്ജ് ബിറ്റ്വീൻ ദ ഡിവൈൻ എക്സ്പീരിയൻസസ് ആൻഡ് ദ അക്കാഡമിയ, തിയോളജി ആൻഡ് അക്കാഡമി. തിരുമേനിയുടെ പഠനത്തിൻ്റെ വിശദാംശങ്ങൾ കേട്ടപ്പോൾ he was also trying to make a bridge between the divine experiences and how to write it down in black and white. വളരെ സമഗ്രമായ ഒരു അധ്വാനമാണ് തിരുമേനിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. പണ്ട് ഒരു കഥ കേട്ടിട്ടുണ്ട്. ആൽബർട്ട് ഐൻസ്റ്റൈൻ ഒരു യോഗത്തിൽ ഓഡിയൻസിന് ഇടയ്ക്ക് ഇരിക്കുകയാണ്. +2 കഴിഞ്ഞ ഒരു വിദ്യാർത്ഥി, അദ്ദേഹത്തെ പരിചയമില്ലാത്ത ഒരാൾ ചോദിച്ചു, എന്താണ് പേര്? വാട്ട് ആർ യു ഡൂയിങ്? ഐൻസ്റ്റൈൻ പറഞ്ഞു, ഐ എം സ്റ്റഡിയിങ് ഫിസിക്സ്. +2 കഴിഞ്ഞ ഈ വിദ്യാർത്ഥി പറഞ്ഞു, മൈ ഗോഡ്, ഐ കംപ്ലീറ്റഡ് ഇറ്റ് ഇൻ ദ 8th സ്റ്റാൻഡേർഡ്. അപ്പോൾ പഠനമെന്ന് പറയുന്നത് ഒരു ആജീവനാന്ത പ്രക്രിയയാണ്. അതിന് തുടക്കവും ഒടുക്കവുമില്ല എന്നുമൊക്കെ തിരുമേനിയുടെ ഈ ഭാഷണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവുകയുണ്ടായി. the speakable and the unspeakable, the experience and the status, the spiritual experiences and the social the charitable attitude, ഇതൊക്കെ തമ്മിലുള്ള ബന്ധവും വൈരുദ്ധ്യവും ഒക്കെ ഉള്ള ഒരു പഠനമായിരുന്നല്ലോ തിരുമേനി ഇവിടെ നടത്തിയത്. ആ ഒരു പഠനത്തെ സംബന്ധിച്ച് ഇത്രമാത്രം അറിവ് നമുക്ക് ലഭിച്ചതിലുള്ള സന്തോഷം അറിയിക്കുന്നു. 1-2 ചോദ്യങ്ങൾ ചോദിക്കാനും ചർച്ച ചെയ്യാനുമുള്ള സമയമുണ്ട്. ധാരാളം ചോദ്യങ്ങൾ നിങ്ങൾക്ക് കാണുമായിരിക്കും. പ്രത്യേകിച്ചും പഠന വിഷയമായ വ്യക്തികളെ സംബന്ധിച്ച് ഒക്കെയുള്ള ചോദ്യങ്ങൾ കാണും.
വളരെ വളരെ കാര്യമാത്ര പ്രസക്തമായ ഒന്നോ രണ്ടോ ചോദ്യങ്ങൾ ചർച്ച ചെയ്യാനുള്ള സമയം മാത്രമേ നമുക്കുണ്ടായിരിക്കൂ. ദീർഘമായി ചർച്ചയ്ക്കിപ്പോൾ സമയമില്ല. തീർച്ചയായിട്ടും ആവശ്യമായിരുന്നെങ്കിലും താമസിച്ചു പോയതുകൊണ്ടാണ്. വളരെ അഭിനന്ദനാർഹമായ പഠനം. ഈ 3 പേരെയും പഠിച്ചതിൽ നിന്നാണ് ഇവർ 3 പേരും ഡെയിലി പ്രാക്ടീസിൽ അവരുടെ ഈ എക്സ്പീരിയൻസിനെ സ്ട്രെങ്തൻ ചെയ്യാൻ കോമൺ ആയിട്ട് എന്തെങ്കിലും ഒരു പ്രാക്ടീസ് ഇവരിൽ 3 പേരിൽ കാണുന്നുണ്ടോ എന്നുള്ളതാണ് ഒന്നാമത്തെ സംശയം. 3 പേരും കൃത്യമായ ഒരു പ്രാക്ടീസ് നടത്തുന്നുണ്ടോ? രണ്ടാമതായിട്ട്, ഈ പലപ്പോഴും പബ്ലിക്കാണ് ഇവരെ മിസ്റ്റിക്സ് എന്ന് ക്ലെയിം ചെയ്യുന്നത്. ഇവർ മിസ്റ്റിക്സ് ആണ്, ഇന്ന ആൾക്കാർ അങ്ങനെയുള്ളവരാണ്. കാരണം ഒരു വ്യക്തിയെ പരിചയമുണ്ട്. എൻ്റെ ഒരു സുഹൃത്ത് ഒരു സൂഫി ഗുരുവിൻ്റെ കൂടെ കുറേ വർഷം താമസിച്ചു. അപ്പോൾ ഈ ഗുരുവിൻ്റെ കൂടെ താമസിക്കാൻ കാര്യം ഇത് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് പോയി താമസിച്ചത്. അത് പട്ടാമ്പിക്കടുത്ത് റെയിൽവേ സ്റ്റേഷനടുത്ത് റോഡ് സൈഡിൽ ഇങ്ങനെ അവർ ചാക്കൊക്കെ വിരിച്ച് കിടന്നുറങ്ങും. ഇയാളുടെ കൂടെ ഒരു ബിടെക് ബിരുദധാരി ഒരു ജോലിക്കാരനുണ്ട്. അപ്പൊ ഈ സൂഫി ഗുരുവിന്റെ കൂടെ ഫാത്തിമ എന്ന് പറയുന്ന ഒരു സ്ത്രീയുണ്ട്. ഈ സ്ത്രീ എല്ലാ ദിവസവും പകൽ സമയത്ത് പോയി ഭിക്ഷയാചിക്കും. ഈ സൂഫി ഗുരുവിനും കൊണ്ട് കൊടുക്കും. വൈകുന്നേരം ആകുമ്പോൾ ഇവർ വന്നിട്ട് ഒരു ജീൻസ് പാൻറ്റും ഒരു ഷർട്ടും എടുത്തിട്ടിട്ട് കയ്യിൽ കിട്ടുന്ന എന്തെങ്കിലും വസ്തു ഉണ്ടെങ്കിൽ പോയിട്ട് ആ വസ്തുവും കൊണ്ട് ഈ സൂഫി ഗുരുവിനെ അടിക്കും. എന്നിട്ട് ഇയാളെ അല്ലാതെ അസഭ്യം പറയും. അതിനുശേഷം കുറച്ചു നേരം കഴിയുമ്പോൾ ഈ ഫാത്തിമ ശാന്തമാകും. ഇത് എല്ലാ ദിവസവും നടക്കുന്ന ഒരു പ്രക്രിയ. ഒരു ദിവസം സൂഫി ഈ ഗുരു പറഞ്ഞു, അടുത്തുള്ള കടയിൽ പോയി കുറച്ച് ഈ പഞ്ഞിയും കുറെ വെളുത്ത തുണിയും വാങ്ങിച്ചുകൊണ്ട് വരിക. അപ്പൊ കുറെ ആൾക്കാർ അവിടെ ഡിവോട്ടീസ് വന്നിട്ടുണ്ട്. അവർ പെട്ടെന്ന് അടുത്ത കടയിൽ പോയി ഗുരു പറഞ്ഞതാണ് വാങ്ങിച്ച് അവിടെ കൊണ്ടുവച്ചു. പിറ്റേ ദിവസം വൈകുന്നേരം ഒരു ഉച്ച കഴിഞ്ഞ് 3-3:30 സമയമായപ്പോൾ കുറെ ആൾക്കാർ ഓടി വരുന്നു. അവർ ഓടി വന്നിട്ട് പറയുന്നു, അതെ, അവിടെ പട്ടാമ്പി റെയിൽവേ സ്റ്റേഷനടുത്ത് ട്രെയിൻ കയറി ഒരു സ്ത്രീ മരിച്ചു. അതുകൊണ്ട് നിങ്ങളെല്ലാവരും പെട്ടെന്ന് ഓടി വരണം. നിങ്ങളുടെ കൂടെയുള്ള ഫാത്തിമയായി മരിച്ചത്. ഇതൊരു പെട്ടെന്ന് ഓടി വരണം, ട്രെയിൻ തട്ടിയാണ് അവർ മരിച്ചത്. അപ്പൊ ഗുരു പറഞ്ഞു അവരെ പോയി ബോഡി എടുത്തിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അടക്കാൻ പറഞ്ഞു. അടക്കമെല്ലാം കഴിഞ്ഞപ്പോൾ എൻ്റെ ഈ സുഹൃത്തിനും കൂടെയുള്ള ഈ ബിടെക്കുകാരനുള്ള ഒരു സംശയമില്ലായിരുന്നു. ഗുരു ഇത് നേരത്തെ അറിഞ്ഞു. അതുകൊണ്ടാണ് ഈ വെള്ള തുണിയും പഞ്ഞിയും വാങ്ങിച്ചു വെച്ചത്. കാരണം ഗുരു പറഞ്ഞു ആ വെള്ള തുണിയും പഞ്ഞിയും കൊണ്ടുപോയി ബോഡി ശരിയായിട്ട് പാക്ക് ചെയ്ത് കൊണ്ടുപോയി അടക്കാൻ പറഞ്ഞു. അപ്പൊ ഇവർക്ക് സംശയമായി. ഇവര് പോയിട്ട് നേരെ ഗുരുവിനോട് ചോദിച്ചു, ഗുരു ഒരു സംശയം, അതായത് ഇദ്ദേഹം ഇത് നേരത്തെ അറിഞ്ഞിരുന്നോ? അപ്പൊ ഗുരു ചോദിച്ചു, എന്താണ് നീ അങ്ങനെ ചോദിച്ചത്? ഗുരു ഈ തുണി വാങ്ങിച്ചതിന് ശേഷം, വാങ്ങിക്കാൻ പറഞ്ഞതിന് ശേഷം പിറ്റേന്നാണല്ലോ ഈ മരണം നടന്നത്. ആദ്യമേ ഗുരു പറഞ്ഞു, നിന്റെ ധാരണ തെറ്റാണ്, എനിക്ക് അങ്ങനെ ഒരു തോന്നലും ഉണ്ടായിട്ടില്ല, എനിക്ക് എൻ്റെ മനസ്സിലൂടെ അങ്ങനെ തോന്നലേ പോയിട്ടില്ല. പിന്നെ എന്തുകൊണ്ടാണ് തുണി വാങ്ങിക്കണമെന്ന് തോന്നിയത്? ആ സമയത്ത് എനിക്ക് അത് തോന്നി, ഞാൻ അത് പറഞ്ഞു. പിന്നെ ഫാത്തിമ മരിച്ചതോ? ഫാത്തിമ മരിച്ചു, അവരെ ദൈവം വിളിച്ചു, അത്രയേ ഉള്ളൂ. പലപ്പോഴും ഇവരെ പബ്ലിക് ക്ലെയിം ചെയ്യുന്നുണ്ട്. പലപ്പോഴും അവരിങ്ങനെയാണ് അങ്ങനെയാണ്. ഒന്നാമതായിട്ട് സൈക്കോളജിയിൽ സ്ഥിരവനെ പറഞ്ഞതുപോലെ, if you speak to God, it is a schizophrenia. If God speaks to you, it's a hallucination എന്ന് പറയും. എന്നാൽ ഈ സ്റ്റിഗ്മാറ്റ് സൈക്കോളജി പ്രൂവ് ചെയ്യുന്നുണ്ട്. കാരണം നമ്മുടെ ഇമോഷനും വൈകാരികതയും നമ്മുടെ സ്കിന്നും തമ്മിൽ വളരെയധികം ബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ അസീസിലെ ഫ്രാൻസിസിന് ഈ സ്റ്റിഗ്മാറ്റ ഉണ്ടായി. നമ്മുടെ ഇമോഷണൽ ചേഞ്ചസ് സ്കിന്നിൽ വളരെ പെട്ടെന്ന് റിഫ്ലക്ട് ചെയ്യും. അതുകൊണ്ട് ഈ പോളിഗ്രാഫ് ടെസ്റ്റ് ഇപ്പോൾ അത് ബേസ് ചെയ്തിട്ടാണ് ഈ ക്രൈം റെക്കോർഡ്സിലൊക്കെ ഇത് പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എൻ്റെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഇതാണ്, പലപ്പോഴും ഈ അബിലയിലെ തെരേസയ്ക്കും അതുപോലെ അസീസിലെ ഫ്രാൻസിസിനും ഒക്കെ ഒരു പ്രാക്ടീസ് അവർ നിർദ്ദേശിക്കുന്നുണ്ട്. ഇന്ന പ്രാക്ടീസ് അവരുടെ കോൺഗ്രിഗേഷൻ ആ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഈ 3 പേര് എന്തെങ്കിലും ഒരു മിസ്റ്റിക്കൽ എക്സ്പീരിയൻസിന് വേണ്ടി കൃത്യമായ ഒരു പ്രാക്ടീസ് നിർദ്ദേശിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ എന്താണ് ഇതിന്റെ ഒരു ഇംപ്ലിക്കേഷൻ എന്നുള്ളതാണ് ചോദ്യം. വളരെ ചുരുക്കമായിട്ട് 1-2 ചോദ്യങ്ങൾ ചോദിക്കാം. ദീർഘമായിട്ട് സംസാരിക്കരുത്, നമുക്ക് സമയമില്ല. സിസ്റ്റർ സൂസൻ ഗുരുവിടെ എനിക്ക് 7 വർഷമുണ്ടെങ്കിൽ 70 years ago ഞങ്ങൾ കൊച്ചു ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പത്തനംതിട്ടയിൽ മാതാങ്കുന്ന് പള്ളിയിലായിരുന്നു വന്നിട്ടുണ്ട്. അന്ന് മുതൽ തന്നെ ഇതൊക്കെ ഉണ്ട്. ദേഹത്ത് കയ്യിൽ രക്തം തൊട്ടുകാരിയൊക്കെ ഉണ്ട്. അപ്പോൾ അത്
തിരുവല്ലയിൽ പഠിച്ച് അടുത്ത കാലത്ത് പഠിച്ച പുതിയ കാര്യമാണ് ഇത്, പഴയ കാര്യമാണ്. അതെന്താ അന്ന് എന്തായാലും സംഭവിക്കുന്നതാണ്. രണ്ടാമത്തെ കാര്യം, യൂണിവേഴ്സിറ്റിയിലും ബാവ ക്ഷിപ്രകോപിയായിരുന്നു. ആളുകളെ വളരെ മോശമായിട്ട് അവരോട് സംസാരിക്കുമായിരുന്നു. ഞാൻ അദ്ദേഹത്തിന് ജിയേറ്റ് എഴുതിയാണ്. ഒരു അച്ഛനോട് പറയാനുള്ള ഭാഷയാണെങ്കിൽ മലയാളത്തിൽ നിർത്തിയിട്ട് ദേഷ്യപ്പെട്ടപ്പോൾ നിന്റെ അമ്മയുടെ എന്നാ പറഞ്ഞു. സക്രിയാത്തിൽ എഴുതുന്ന സക്രിയാത്തിൽ അങ്ങനെ ക്ഷിപ്രകോപിയായിരുന്നെങ്കിൽ അദ്ദേഹം ഇത്രമാത്രം പരിശുദ്ധനായത് എങ്ങനെ അത്ര എനിക്ക് തോന്നുന്നു. ആവിലയിലെ തെരേസ പോലെയോ മറ്റു ചില മിസ്റ്റിക് ലീഡേഴ്സ് പോലെയോ ഈ 3 പേരും ഒരു മിസ്റ്റിക് പദ്ധതി ഉണ്ടാക്കിയിട്ടില്ല. എന്നാൽ അവരുടെ ദൈനംദിന ജീവിത ടൈം ടേബിളിൽ കൂടെ താമസിച്ചവർ അറിഞ്ഞതും അറിയാത്തതുമായ ഒരു പ്രണാളി ഉണ്ടായിരുന്നു. അതിലധികവും രഹസ്യമായിരുന്നു. ഉദാഹരണമായി ഈ പട്ടച്ചേരത്തിന് വേണ്ടി ആവട്ടെ ഒരു നിശ്ചിത സമയം അവർ മുറി വരിക നടക്കും. ഇതിലൊരു 1-1.5 മണിക്ക് 2 മണിക്കൂർ കഴിഞ്ഞ് ഇറങ്ങി വരിക. ആർക്കും അറിയില്ല. പിന്നെ ഇറങ്ങി വരുമ്പോഴൊക്കെ നനഞ്ഞൊക്കെ ഇരിക്കും. അതൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു ശിഷ്യർക്ക് വേണ്ടി ഒരു മിസ്റ്റിക് വളർച്ചാ പദ്ധതി സിസ്റ്റമാറ്റിക്കായിട്ട് ഉണ്ടാക്കിയിട്ടില്ല. അങ്ങനെ ഒരാളെ മിസ്റ്റിസിസം പഠിപ്പിക്കാമെന്ന് ചോദിച്ചാൽ അത് ബുദ്ധിമുട്ടാണ്. ഇത് സ്വയപ്രയത്നം എന്ന് ഞാൻ പറഞ്ഞത് ഈശ്വരൻ്റെ കൃപയാണ്. പിന്നെ അതിനൊരു പ്രതികരണം ഉണ്ടായിരിക്കുക വ്യക്തിയുടെ ഭാഗത്ത് നിന്ന്. അങ്ങനെ ഒരാളിനെ അങ്ങനെ സ്കൂളിൽ പോയി പഠിപ്പിച്ച് മിസ്റ്റിക് സ്കൂളിൽ പഠിപ്പിച്ചു വിടാനൊന്നും സാധ്യമുള്ള കാര്യമല്ല. പക്ഷേ ഈ 3 പേരും അങ്ങനെ ഒരു പദ്ധതി തയ്യാറാക്കിയതായിട്ട് ഇതുവരെ അറിഞ്ഞിട്ടില്ല. അങ്ങനെ ഉണ്ടാക്കിയ മിസ്റ്റിക്കിനെ ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാൽ അവരുടെ ജീവിതത്തിൽ ഇത് പരസ്യമായും അല്ലാതെയും ഇതിൻ്റെ ലക്ഷണങ്ങൾ കാണുന്നുണ്ട്. പലരും അനുകരിച്ചിട്ടുണ്ട്. അനുകരണമാണ് സ്കൂളിൽ പഠിക്കുന്നതിനേക്കാൾ പഠിക്കുന്നതിനകത്ത് കൊണ്ടുള്ള അനുകരണം. സൈക്കോളജി തന്നെ മുഴുവൻ പ്രോവൻ ആണെന്നൊന്നും പറയാൻ ഒക്കുകയില്ല. അത് വെച്ചുകൊണ്ട് ഇതിനെ അടച്ചു കഴിഞ്ഞാൽ സൈക്കോളജിയുടെ കുറച്ച് ലിമിറ്റേഷൻസ് കൂടെ പുറത്ത് വരുന്നിട്ടുണ്ട്. ഈ മിസ്റ്റിസിസത്തെ വിമർശിക്കാൻ പോയ വഴി സൈക്കോളജിയുടെ ദൗർബല്യങ്ങൾ കുറേ പുറത്ത് വന്നിട്ടുണ്ട്. അതിനെക്കൊണ്ട് ഒക്കുകയില്ല. ഇങ്ങനത്തെ സ്റ്റേറ്റ്സ് ഏതാണെങ്കിലും അതിനെ അനലൈസ് ചെയ്യാൻ പറ്റുന്നില്ല. പ്രത്യേകിച്ച് ആഫ്റ്റർ ഡെത്ത്, അൺകോൺഷ്യസ്, ഇതിനൊന്നും ഭാരതത്തിലെ മഹർഷിമാർ ഇതിനേക്കാൾ ഭംഗിയായിട്ട് അനലൈസ് ചെയ്യുന്നു. ഹ്യൂമൻ മൈൻഡ്, സബ് കോൺഷ്യസ്, അൺകോൺഷ്യസ് എല്ലാം വളരെ ശാസ്ത്രീയമായി അപഗ്രഥിച്ചിട്ടുള്ള ഭാരതത്തിലെ മഹർഷിമാരുണ്ട്. അത്രയൊന്നും ഒരു സൈക്കോളജി എത്തിയിട്ടില്ല. യോഗം മറ്റേ ഒത്തിരി പഠിക്കുകയും ചെയ്തുകൊണ്ടാണ് ഇത് പറയുക. പിന്നെ ഈ ഫോർ നോളജ് എന്ന് പറയുന്നത് നേരത്തെ അറിയാമായിരുന്നെന്ന് ചോദിച്ചാൽ അവരറിയത്തില്ല. ഈ 3 പേരുടെ കാര്യത്തിൽ പ്രത്യേകിച്ച് ആദ്യം പറഞ്ഞ 2 പേരും 3ാമത്തെ ആളെ ഞാൻ പറയുന്നില്ല. അവരിതുപോലെ പലരും സംഭവിച്ചിട്ടുണ്ട്. അതുപോലെ സെന്റ് ഗ്രിഗോറിയോസിൻ്റെ കാര്യത്തിലും ചെറിയ കാര്യത്തിലൊക്കെ ഇവർക്ക് പലതിനും സംഭവിക്കുന്നതിന് മുമ്പുള്ള മുന്നറിവ് ഉണ്ടായതായി പല സംഭവങ്ങളും ഞാൻ വായിച്ചു. എന്നാൽ അതിന് വലിയ പ്രാധാന്യം കൊടുക്കുകയല്ല. നമ്മുടെ ഈ സിഗ്മ-അറ്റാക്ക് പോലും അങ്ങനെ വലിയ ഒരു പ്രാധാന്യം കൊടുക്കാൻ പാടില്ല. അതാണ് നമ്മുടെ മനോഭാവം. അതൊരു ഗ്രേസ് ഫ്രം ഗോഡ്. അതുപോലെ നേരത്തെ ഒന്ന് അറിഞ്ഞു പരിമലത്തിന് കാലം ചെയ്തതിന് 3 ദിവസം മുമ്പ് അറിഞ്ഞു. അത് അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിലൊക്കെ ഉണ്ടല്ലോ. പലരുടെ കാര്യത്തിലും അതുണ്ട്. യൂറിസിന്റെ കാര്യത്തിലുണ്ട്. അദ്ദേഹം രാത്രിയിൽ അസുഖമായി തുടങ്ങുന്നതിന് മുമ്പ് രാത്രി പെട്ടെന്ന് എഴുന്നേറ്റ് കാലിടിച്ചു, കട്ടലിൻ്റെ കാലിടിച്ചു. പിന്നെ ആ വിരലാണ് വഴുത്തത്, ഗാംഗ്രീനായ. പിറ്റേ ദിവസം ഡോക്ടർ പൗലോസ് വന്നപ്പോൾ നോക്കിയിട്ട് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. കാലം വിരൽ നിസ്സാരമില്ല. അതിനു വേണ്ടി എന്തൊന്നും ചെയ്യിച്ചു. കാര്യമില്ലല്ലേ, ഡോക്ടർക്ക് എന്തറിയാം, ഇതെന്നെ കൊണ്ടുപോകാൻ വന്നതാണ്. കാരണം ഞാൻ നല്ല ഉറങ്ങുന്നത് സ്വപ്നം കണ്ട് മാതാവ് എന്ന് പറഞ്ഞു മോനെ പോയാൽ സമയമൊക്കെ ആയി, ഇനി പോയാൽ ഒരുങ്ങിക്കൂ എന്ന് പറഞ്ഞു. അത് കേട്ട് ഞാൻ ഞെട്ടി ഉടങ്ങുന്നു. എഴുന്നേറ്റ് വന്നപ്പോൾ കായ വെച്ചതാണ്.
നിനക്കെന്തോ അറിയാം എന്ന് ചോദിച്ചിട്ട് നമ്മൾ നോക്കിയാൽ ഇതൊക്കെ ഫോർമുലയാണെന്ന് നമ്മൾ പറയും. പക്ഷെ അദ്ദേഹം പോലും അങ്ങനെയുള്ളതിന് വലിയ പ്രാധാന്യം കൊടുത്തിട്ടില്ല. എങ്ങനെ ജീവിച്ചു എന്നുള്ളതാണ് പ്രധാനം. അതിനാണ് ഇവരെല്ലാം ഈ കൂട്ടരെല്ലാം പറയാം. ഒരു മിറക്കിളിൽ ഇവരാരും പ്രാധാന്യം കൊടുത്തിട്ടില്ല. എന്നാൽ മിറക്കിൾ ധാരാളം സംഭവിച്ചിട്ടുണ്ട്. പറയുന്നത് അതുപോലെ, അതുകൊണ്ട് നേരെ നിൽക്കാൻ പേടിയാകട്ടെ പറയാം. പറയുന്നത് അതുപോലെ ഈ പിശാചിന് പോകാറായില്ലേ എന്ന് ചോദിച്ചു. പരിമളത്തിൽ പേര് തുമ്പാണ് വെച്ച് ജഗത്തേരിയുണ്ട്. അവിടെ ഒരു ഉള്ളി കുളിച്ചേച്ച് അണി കുളിയൊക്കെ അടിച്ചിട്ട് അതിനെ പോകുന്നു. അവരവിടെ വന്നങ്ങ് നിൽക്കുക. ഇതാണ് സൂര്യാനി അത്ര ഇങ്ങനെ നോക്കി നിന്നു. ഇത്തിരി കഴിഞ്ഞിട്ട് അവർ പോകുന്നില്ല. അപ്പോൾ തിരിച്ച് അവർ പോട്ടെന്ന് വിചാരിച്ച് ഇവർ വർത്താനം പറഞ്ഞിരുന്നു. പിന്നെ പോയെന്ന് ചോദിച്ചു ഈ പിശാചിന് പോകാറായില്ലേ ചോദിച്ചു. അവർ ഭ്രാന്തി പിടിച്ചു പോയി. പിന്നെ തിരിച്ചു വന്ന് കാലം വീണ് അവരുടെ സൗന്ദര്യമെല്ലാം പോയെന്ന് കഥയുണ്ട്. അതൊന്നും വലിയ കാര്യമായിട്ട് പരിമളത്തിന് വേണ്ടി പോലും കരുതില്ല. എന്നാൽ അദ്ദേഹത്തിൻ്റെ സംശുദ്ധമായ ജീവിതം, മനുഷ്യ സ്നേഹം, ഇതിനൊക്കെയാണ് പ്രാധാന്യം കൊടുക്കേണ്ടതും കൊടുത്തിരുന്നത്. പിന്നെ അമ്മച്ച പറഞ്ഞെന്തോ ദേഷ്യപ്പെടുന്നത് മാത്രമല്ല, വളരെ ധർമ്മബോധമുള്ളൊരു കാര്യമല്ല. മിസ്റ്റിക്ക് കോപിക്കരുതെന്ന്, സെയിൻസ് കോപിക്കരുതെന്ന് ഒരു ഗ്രന്ഥത്തിലും പറഞ്ഞിട്ടില്ല. അവർ കോപിക്കുക മാത്രമല്ല, ധർമ്മബോധം നല്ല പരിമളത്തിന് വേണ്ടി ഈ കൂട്ടറിൽ ഏറ്റവും കൂടുതൽ ധർമ്മബോധമുള്ള ആൾ പരിമളത്തിന്. അപ്പോഴായിരിക്കും ഇവരെ പെട്ടത്തില്ല ചോദിച്ചു. കുന്നംകുളത്ത് ഒരു പെരുന്നാളിന് പോയി. അവിടെ ആണെങ്കിൽ വെടിക്കെട്ട് എല്ലാ വീട്ടിലും പടക്കം ഉണ്ടാക്കുന്നുണ്ട്, പത്താസ്. അപ്പോൾ പെരുന്നാളിന് തിരുവനന്തപുരം വന്ന് നമസ്കാരം എല്ലാം കഴിഞ്ഞ് അവിടെ ഇരിക്കാം. അപ്പോൾ പ്രദക്ഷിണം തുടങ്ങി. അച്ഛൻ കാപ്പൊക്കെ ഇട്ട്, ഫുൾ കാപ്പൊക്കെ ഇട്ട് ഇറങ്ങി. ഓരോ വീടിൻ്റെ വാദത്തിലും അരമണിക്കൂർ വെടിക്കെട്ടാം. മൂപ്പരെ അവിടെ കത്തിച്ചു കൊടുക്കും. അച്ഛൻ ഇത് കൈയും കെട്ടി കൈ കുടിച്ച് പിടിച്ചിട്ടിങ്ങനെ നിൽക്കുക അതുകൊണ്ട്. അങ്ങനെ 8 മണിക്ക് 8:15 ഇറങ്ങിയ രാസ 11:30 ആയപ്പോൾ 3 വീട് കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ വീടിൻ്റെ മുമ്പിൽ വെടിക്കെട്ടാം. അപ്പോൾ 4ാമത്തെ വീട്ടിൽ ചെന്നപ്പോൾ വലിയൊരു പൂ കത്തിച്ച് അച്ഛൻ്റെ മുമ്പിലോട്ട് വെച്ച് കൊടുത്തു. അച്ഛൻ ഈ ദേഷ്യവും സങ്കടവും ഇത് വിട്ടോണ്ട് നിൽക്കുകയാണ്. ഒറ്റ തൊഴി വെച്ച് കൊടുക്കുകയാണ്. ഇത് ചീറ്റി അവിടെ നിന്ന് മനുഷ്യത്തിനകത്തെല്ലാം നിന്ന് കയറി. ആടെ ഉടുപ്പ് കരിഞ്ഞു, തലയൊക്കെട്ട് കരിഞ്ഞു, കൊണ്ടിൻ്റെ അറ്റം കരിഞ്ഞു, കൈയൊക്കെ പൊള്ളി ആ പടച്ചു. ഭയങ്കര കൺഫ്യൂഷനാണ്. അതിനിടയ്ക്ക് ഒരു അച്ഛനെ കാണാൻ. കൺഫ്യൂഷൻ ഒന്ന് ഒതുങ്ങിയപ്പോഴത്തേക്ക് അറിയാതെ അച്ഛനെ കാപ്പയിട്ട് അച്ഛനെ കാണാനില്ല. എവിടെ പോയാലും അച്ഛനൊക്കെ കുന്നുകളത്തെ അവർ വിടത്തില്ല. എന്നാൽ പോയി പള്ളി തിരുമേനിയോട് കണ്ടു കളയാം, പരാതി വരാമെന്ന് തിരിച്ച് ഓടിച്ചില്ല. അപ്പം അച്ഛനകത്തുണ്ട്. അച്ഛൻ നേരത്തെ അഭയം പ്രാപിച്ചിട്ടുണ്ട് പരിപാലനത്തിന് വിഷയമില്ല. അച്ഛനകത്ത്. അപ്പോൾ ഇവർ ചെന്ന് കഴിവ് തട്ടി അതേ പോയി 12 മണിയായി. തുറന്നു. എന്താ മക്കളെ എന്ന് ചോദിച്ചു. അന്നേരം കണ്ട കാഴ്ച പരിമളത്തിന് വേണ്ടി കൂടുകൂടെ ചിരിച്ചെന്ന് പറയും. കൈ ഊതുന്നു, കാലൂതുന്നു, അറ്റം കരിഞ്ഞവരുണ്ട്, പല വസ്ത്രങ്ങളുണ്ടല്ലോ, ഇതിനൊക്കെ അറ്റം കരിഞ്ഞത്, കൈ ഊതുന്നു. അതിനിടയ്ക്ക് പറയുന്നുണ്ട് അച്ഛൻ പൂങ്കുറ്റി തട്ടി എന്ന് പറയുന്നുണ്ട്. തിരുമേനിക്ക് ചിരിയടക്കാൻ അച്ഛനായിട്ടിരിക്കും. എവിടെ കത്തനാരെന്ന് ചോദിച്ചു. ഒരു നാടകം പോലെയാണ്. ആ കത്തനാൻ എവിടെ? അയാളുടെ വിശുദ്ധവസ്തു ഉത്തരവുണ്ട്. നങ്ങാടി കൂടെ പോയോ? കാപ്പ് ഇട്ടുണ്ട്. ആര് പറഞ്ഞു? കാപ്പ് ഇട്ടുകൊണ്ട് വിശുദ്ധവസ്തു പ്രധാനം കിടന്ന വസ്തുണ്ട്. അങ്ങാടി കൂടെ പോയാൽ ഇനി മേലാൽ ഒരിക്കലും കാപ്പ് ഇട്ടുകൊണ്ട് അങ്ങാടി കൂടെ പോയാൽ മക്കൾ പോയി ആശ നടത്തിക്കൊള്ളാൻ പറഞ്ഞു. അപ്പം അച്ഛനകത്ത് കേട്ടോണ്ടിരിക്കുകയായിരുന്നു. അതിനുശേഷം ഇപ്പോൾ കാപ്പ് ഇട്ടുകൊണ്ട് പോകുന്നതാണ് പരിവലത്തിന് പേര് കുടുകൂടെ തിരിച്ചെത്താൻ ചെയ്തത്. അപ്പം കോവിക്ക് മാത്രമല്ല നടന്നു, അന്തരം കടന്നുബോധമുള്ളവരായിരുന്നു. ക്ഷിപ്രോഗികളും ഉണ്ടായിരുന്നു, സംയമനമുള്ളത്. എല്ലാ സംയമനമുള്ളവരും മിസ്റ്റേക്സ് അല്ല. മൂലം ഇവനെ ആദ്യവും അവസാനവും പറഞ്ഞത് അത്ഭുതങ്ങളല്ല ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ പുരകല്ല് എന്ന് പറഞ്ഞു. അത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. നമ്മുടെ ഹിമാലയത്തിലൊക്കെ പോയാൽ എപ്പോഴും അസാമാന്യമായ സിദ്ധികളുള്ള ആളുകളെ കാണും. കുഴിയിലിരുന്നിട്ട് അതിന് മുകളിൽ തീ കൂട്ടുന്നവർ, വെള്ളത്തിൽ അനേക മണിക്കൂറുകൾ മുങ്ങിയിരിക്കുന്നവർ, ഈ ആഴി കൂട്ടിയിട്ട് നടുക്ക് ശീർഷാസം നിൽക്കുന്നവർ എപ്പോഴും ഉണ്ട്. ശരീരത്തിലെ അവയവങ്ങളിൽ വലിയ കട്ടിയുള്ള കല്ല് കെട്ടിത്തൂക്കിയിട്ട് പറ്റുന്ന ആളുകൾ ഇതിനെ നമ്മൾ ഇപ്പോഴും കാണാം. പക്ഷേ പൗലോസ്ലീഹ പ്രത്യേകം സിദ്ധിയല്ല, സ്നേഹമാണ്. ഞാൻ എൻ്റെ ശരീരം ചുടുവാനേൽപ്പിച്ചാലും എല്ലാ ഭാഷകളിലും സംസാരിച്ചാലും മാലഖമാരെ പോലെ പറഞ്ഞാലും എനിക്ക് സ്നേഹമില്ല എങ്കിൽ ഏതുമില്ല. അതുകൊണ്ട് കർത്താവ് ചൂണ്ടിക്കാണിച്ചത് അദ്ദേഹം ഒരു മിറക്കിൾ വർക്കറായിട്ട് ആളുകൾ സ്വീകരിക്കരുത്. സ്നേഹത്തിൻ്റെ, ത്യാഗത്തിൻ്റെ ടെസ്റ്റാണ് ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ
അന്തിമമായ മാനദണ്ഡമെന്നുള്ളതാണ് തിരുമേനി പറഞ്ഞത്. ഞാൻ മനസ്സിലാക്കുന്ന പക്ഷേ വളരെ അധികം ചർച്ചകൾ വേണ്ടി വരുന്നൊരു വിഷയമാണ്. നിർഭാഗ്യവശാൽ നമുക്ക് ഇപ്പോൾ അതിന് സമയമെടുക്കാൻ ഇല്ല. ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ നമ്മുടെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ലെവലിൽ ഗവേഷണങ്ങളും പഠനങ്ങളും അതുപോലെ പ്രശസ്തമായ ഡിഗ്രികളും ഒക്കെ എടുക്കുന്ന ആളുകളെ നമ്മളിവിടെ റെക്കഗ്നൈസ് ചെയ്യാറുണ്ട്. നമ്മുടെ ഷാജിനത്തെ നിങ്ങൾ വിളിക്കുന്ന ഇപ്പോഴത്തെ പേര് തോമസ് മൊറീസൺ അല്ലേ, നമ്മുടെ പഴയ പേരെ ഓർക്കുന്നത്. ഏബ്രഹാം മൊറീസ് അച്ഛൻ നിരണം ഭദ്രാസനത്തിലെ അച്ഛനാണ്. അതിൻ്റെ ഒസ്താദ് ശ്രീമേനയുടെ ശിഷ്യനാണ്. ഞങ്ങളൊക്കെ അച്ഛനെ പഠിപ്പിച്ചതാണ്. അച്ഛനെ MG യൂണിവേഴ്സിറ്റിയിൽ സ്ട്രീറ്റ് സ്റ്റഡീസ് MA സ്ട്രീറ്റ് സ്റ്റഡീസിൽ ഫസ്റ്റ് റാങ്ക് നേടി. ശ്രീയാനിയൊക്കെ കവിതയൊക്കെ എഴുതുന്ന ആളാണ്. ഞങ്ങൾ ഉമ്മാറ്റാകുന്ന സമയത്തും ഈ അവസരത്തിൽ അദ്ദേഹം തിരുമേനി ഉമ്മാറ്റിനെ സോപാന അക്കാദമിയുടെ തിരുമേനി വന്യരായ ഗുരുക്കന്മാരെ, വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇവിടെ നിൽക്കുന്നത്. സ്നേഹത്തിനും കരുതലിനും നന്ദി. സുറിയാനി പിതാക്കന്മാരെ കുറിച്ച് കുറച്ചുകൂടി വായിക്കണം, പഠിക്കണം എന്നുള്ള ഒരു ലക്ഷ്യം വെച്ചാണ് സുറിയാനിയിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യാനായിട്ട് ശ്രമിച്ചത്. അത് ഫലപ്രദമായി എന്നൊന്നും വിശ്വസിക്കുന്നില്ല. എങ്കിലും കുറച്ചുകൂടെ വായിക്കുവാനും പ്രത്യേകിച്ച് സുറിയാനി സന്യാസ പാരമ്പര്യത്തെക്കുറിച്ച് കുറച്ചുകൂടെ പഠിക്കുവാനായിട്ട് ശ്രമിക്കുന്നു. സ്നേഹത്തിനും കരുതലിനും അഭിനന്ദനത്തിനും നന്ദി. അതിനെ സൂചിപ്പിച്ച ഷോർട്ട് ടേം റിസർച്ചിൻ്റെ ഫലമായിട്ട് ഉണ്ടായ പുസ്തകമാണ് ദി ഹാപ്പിനെസ് ഗോൾ, ദ സ്പിരിച്വൽ ഡയമെൻഷൻ ഇൻ എ ഹോളിസ്റ്റിക് ഡെവലപ്മെൻറ്റ് പാരഡൈം. ഈ വിദ്യാർത്ഥി തയ്യാറാക്കിയതാണ്. അതുപോലെ നമുക്ക് ഒരു പുതിയ വിദ്യാർത്ഥിയുടെ ഇന്ന് രജിസ്റ്റർ ചെയ്തു. അത് ഡീക്കൺ ജിത്തു തോമസ്. മറ്റൊരു പഠിക്കുന്ന ഒരു വിഷയം പ്രത്യേകിച്ച് നേരത്തെ കുറച്ച് പഠിച്ചതാണ്. സെമിനാരിയിലെ BD പഠിക്കുന്ന സമയത്ത് തീസിസ് എഴുതുന്നത് ക്രിട്ടിക്കൽ സ്റ്റഡി ഓൺ ശ്രീ ഓറബിന്ദോ ഫിലോസഫി ഓഫ് ഇവല്യൂഷൻ ഓഫ് മാൻ ഓൺ ദ ബേസിസ് ഓഫ് ദി ഓർത്തഡോക്സ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഡേയിഫിക്കേഷൻ ഓഫ് തെയോസിസ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പോണ്ടിച്ചേരിയിലെ ഓറബിന്ദോ അതുല്യനായ ദാർശനികനും ഒരു മിസ്റ്റിക്കും താപസ്സനുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ചിന്ത മനുഷ്യപരിണാമത്തിൽ നമ്മളൊരു പുതിയ ഘട്ടത്തിലേക്ക് കടക്കുകയാണ് എന്ന് വിശ്വസിച്ച് അതിനെ ഇനിഷ്യേറ്റ് ചെയ്യാൻ വേണ്ടി അദ്ദേഹം ചില പ്രത്യേക ടെക്നീക്സ്, ഇൻ്റഗ്രൽ യോഗയും മറ്റും വികസിപ്പിച്ച ആളാണ്. അതിനെക്കുറിച്ച് പഠിച്ചിട്ട് നമ്മുടെ പൗരസ്ത്യ ഓർത്തഡോക്സ് പാരമ്പര്യത്തിൽ ഈ ദൈവീകരണം, ഡേയിഫിക്കേഷൻ, തെയോസിസ് എന്ന് പറയുന്ന ഒരു സങ്കല്പമുണ്ട് സഭാപിതാക്കന്മാർക്ക്. അതുമായിട്ടൊന്ന് തട്ടിച്ച് നോക്കി ഒരു പഠനം നടത്താനാണ്. ഷോർട്ട് ടേം റിസർച്ചാണ്. ഇതുവരെ 6 മാസം കൊണ്ട് ജമാശന് തീർക്കുമെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ജമാശ എഴുതരുതെന്ന കാണാനും പത്തനംതിട്ട റിമോട്ട് ഡയസിസ് ആണ്. അതുപോലെ വേറൊരു പ്രധാനപ്പെട്ട വാർത്തയുള്ളത് നമ്മുടെ സോപാന അക്കാദമിയുടെ പ്രോഗ്രാം സെക്രട്ടറി ആയിട്ട് ബഹുമാനപ്പെട്ട അലക്സ് തോമസ് ജമാശനെ നിയമിച്ചിരിക്കുകയാണ്. വിശുദ്ധഭാവത്തിന് വേണ്ടി കിട്ടിയിട്ടുണ്ട്. ജമാശനാണ് ഈ സമ്മേളനം ഓർഗനൈസ് ചെയ്ത് ഞാൻ വിളിക്കാൻ ഞാൻ സെമിനാരിയിൽ ക്ലാസ്സുകാരായിട്ട് പോയി ഇത് രാവിലെ വന്നത്. പക്ഷെ വളരെ ഭംഗിയായിട്ട് ജമാശനും വേറെ നമ്മുടെ അച്ഛന്മാരും ഒരുമിച്ച് പ്രവർത്തിച്ച് അത് നടന്നു. എൻ്റെ ഓഫീസ് സെക്രട്ടറി ആയിട്ട് അനു കൊട്ടെന്നുള്ളത് ഞാൻ നേരത്തെ നിങ്ങളെ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണവും പ്രാർത്ഥനയും ആവശ്യപ്പെടുകയും പിന്നെ സാമ്പത്തികമായ അങ്ങനെ അടിത്തറയോ ആർക്കെങ്കിലും ശമ്പളമോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. ഇതൊക്കെ നമ്മുടെ സഭയുടെ നന്മയ്ക്ക് വേണ്ടി ദയവായിട്ട് ഒരു വലിയ സപ്പോർട്ട് എൻ്റെ പറയുന്നു. ഇതിൻ്റെ കാര്യങ്ങൾ നടത്തുമ്പോൾ ഈ കെട്ടിടം ഇതിൻ്റെ മറ്റ് കാര്യങ്ങളെല്ലാം ദയവായിട്ട് ചുമതലയിലാണ്. അതുകൊണ്ട് അതാണ് എൻ്റെ വലിയ സംഗതി. നിങ്ങളുടെ പ്രാർത്ഥന തീർച്ചയായിട്ടും കൂടെ ഉണ്ടായിരിക്കണം. ഇതിൻ്റെ അക്കാദമിക്കായിട്ടും അല്ലാത്തതുമായ പദ്ധതികളൊക്കെ വരുമ്പോൾ, പ്രോഗ്രാംസൊക്കെ വരുമ്പോൾ നിങ്ങളെ അറിയിക്കുക. നമ്മളെ നോട്ടീസ് അടിച്ച് ആരെയും അറിയിക്കാറില്ല. മിക്കവാറും ഓൺലൈനായിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ പത്രങ്ങളിലോ കൊടുക്കാൻ ശ്രമിക്കും. അറിയുമ്പോഴേ അത് കോൺടാക്ട് ചെയ്യും. നിങ്ങൾ വരണം, സംബന്ധിക്കണം.
എന്നുള്ളത് പ്രത്യേകിച്ച് അറിയിക്കുന്നു. നമ്മുടെ PG ഫെലോഷിപ്പിൻ്റെ സെക്രട്ടറി ആയിട്ട് മൂവാറ്റുപുഴയിൽ നിന്ന് നമ്മുടെ എബിൻ എബ്രഹാം അച്ഛനാണ് ആദ്യം മുതൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അച്ഛനിപ്പോഴേ ഡോക്ടറേറ്റിന് വേണ്ടി പഠനം നടത്തി തുടങ്ങി സറാംപൂരിൻ്റെ കീഴിൽ. അച്ഛനൊരു വാക്ക് വോട്ട് ഓഫ് താങ്ക്സ്. ഇന്ന് സോപാന അക്കാഡമിയുടെ ഔദ്യോഗികമായിട്ടുള്ള ഉദ്ഘാടനത്തിന് ശേഷം അഭിമന്യ തിരുമനസിനെ കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഏറ്റവും വലിയ ഡ്രീമായിട്ടുള്ള ഈ സ്പിരിച്വാലിറ്റി, അതുപോലെ അതിൻ്റെ ഒരു ഇൻ്റലക്ച്വൽ എക്സസൈസ് എല്ലാം ഒന്നിച്ചു ചേർന്ന് ഓർത്തഡോക്സിയുടെ എല്ലാ വശങ്ങളെയും പഠിക്കുവാനുള്ള ശ്രമിക്കുന്ന ഒരു ഫോറമായിട്ട് ഇത് രൂപപ്പെടണം എന്നുള്ള ആഗ്രഹം തിരുമേനിയുടെ ഈ ഒരു പഠനത്തിലൂടെ അത് കൂടുതൽ അന്വർത്ഥമായി എന്ന് നമുക്ക് മനസ്സിലാകാം. ഈ സമയത്ത് സമയമെടുക്കാതെ തന്നെ അഭിമന്യ യാക്കോബ് അരണ്യസ് തിരുമേനിയോടുള്ള നന്ദിയും സ്നേഹവും സോപാന അക്കാഡമിയുടെ PG ഫെലോഷിപ്പിൻ്റെയും സോപാന അക്കാഡമിയുടെയും പേരിൽ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. അതുപോലെ നമുക്ക് ഇതിനെ മോഡറേറ്റ് ചെയ്ത ഫാദർ ഡോക്ടർ റെജി മാത്യൂസ് അച്ഛൻ, ഞങ്ങളുടെ FFRRCയുടെ രജിസ്ട്രാറായിരുന്നു. ഇപ്പോൾ സെമിനാരിൽ പഠിപ്പിക്കുന്ന അച്ഛനോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ബഹുമാനപ്പെട്ട KM ജോർജ് അച്ഛനോട് പ്രത്യേകം ഒരു നന്ദി വാക്ക് പറയേണ്ട കാര്യമില്ല. അദ്ദേഹമാണ് ഇതിൻ്റെ ഡയറക്ടറും ഞങ്ങൾക്ക് എല്ലാം ആത്മീയമായിട്ടും അതിൻ്റെ ഇൻ്റലക്ച്വലായിട്ടുള്ള എല്ലാ സപ്പോർട്ടും തരുന്നത്. അച്ഛനോടുള്ള നന്ദിയും സ്നേഹവും ഈ സമയത്ത് അർപ്പിക്കുന്നു. അതുപോലെ ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് വന്നു ചേർന്ന ഓരോ ആളുകളുമാണ്. അവരവരുടെ ഒരു റെസ്പോൺസിബിൾ ആയിട്ടുള്ള അവരുടെ ഒരു അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് നിങ്ങൾ വന്നിട്ടുള്ളത് എന്നുള്ളത് വളരെ ഉറപ്പായിട്ടുള്ള കാര്യമാണ്. വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ഇൻ്റലക്ച്വൽ എക്സസൈസ് ഏറ്റെടുക്കണമെന്നുള്ള ആഗ്രഹത്തോടുകൂടെ വന്നു ചേർന്ന നിങ്ങളാണ് ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം. നിങ്ങളോട് എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും അച്ഛന്മാരോടും പ്രഭാച്ചന്മാരോടും ശമാശന്മാരോടും ഇവിടെ വന്നു ചേർന്ന ഓരോ സഹോദരങ്ങളോടും സഹോദരിമാരോടുമുള്ള നന്ദിയും സ്നേഹവും ഒറ്റ വാക്കിൽ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ദൈവനാമം മാത്രം മഹത്വപ്പെടട്ടെ. ഇപ്പോൾ ഇതിന് ശേഷം നമ്മൾക്ക് എല്ലാവർക്കും ഈ തയ്യാറായി സപ്പർ ക്രമീകരിച്ചിട്ടുണ്ട്. എല്ലാവരും അതിൽ വന്നു ചേർന്ന് സംബന്ധിച്ചതിന് ശേഷം മാത്രമേ പോകാവുള്ളൂ എന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കും. ആത്യന്തികമായ സഭയ്ക്കും ജനങ്ങൾക്കും ഇത് പ്രയോജനകരവും നന്മയിലേക്ക് നടത്തുന്നതും നല്ല ദിശാബോധം നൽകുന്നതുമായി തിരുത്തുകയാണ്. ഇതിനുവേണ്ടി പ്രവർത്തിക്കാനാവുന്നതാകും. ഇതിനുവേണ്ടി അധ്വാനിക്കുന്നവരെന്ന് കരുണയോടെ ആവശ്യപ്പെടുന്നു. ഈ സാധാരണ